ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന രാഷ്ട്രീയ സംവാദം പരിപാടി ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പോരാട്ടവുമായി നമ്മൾ എത്തിയിരിക്കുന്നത് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലാണ്. ആദ്യമായി ഡയസിലുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ, സ്വാഗതം. പ്രതിപക്ഷം TM മുജീബ്, സ്വാഗതം. UDF പ്രതിനിധി ലത്തീഫ് മുഹമ്മദ്, സ്വാഗതം. LDF പ്രതിനിധി സുബൈദ അനസ്, സ്വാഗതം. ഈ കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ ഇടവെട്ടി പഞ്ചായത്തിലെ വികസനങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്ന് നമുക്ക് ചർച്ച ചെയ്തു വരാം. ആദ്യമായി പ്രസിഡന്റിലേക്ക് കടക്കുകയാണ്. ഈ ഒരു 5 വർഷത്തിൽ എന്തൊക്കെ വികസനം ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു? ഈ 5 വർഷം ഉൽപ്പാദന മേഖലയിലാണെങ്കിലും സേവന മേഖലയിലാണെങ്കിലും പശ്ചാത്തല മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും നമുക്ക് ഈ നാട്ടിൽ നല്ല രീതിയിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ഈ ഭരണസമിതിയുടെ 5 വർഷത്തെ നേട്ടത്തിൽ നമുക്ക് അഭിമാനത്തോടു കൂടി എടുത്തു പറയാവുന്ന ഒന്നാണ് നമ്മുടെ ഡിപ്പർ റോഡ്. കാരണം പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ഈ ഡിപ്പർ റോഡ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ള വഴിയാണ്. ഫോറസ്റ്റുകാർ ഇതിപ്പോൾ എല്ലാം അടച്ചു പൂട്ടി അവിടെ ജനങ്ങൾക്ക് വഴി കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ വർഷങ്ങളായി അവരോട് നമ്മൾ ഈ കാര്യം പറയുകയും അതിനു വേണ്ടി നമ്മൾ 30 ലക്ഷം രൂപ, നമുക്കറിയാം ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺ ഫണ്ട് കുറച്ചുള്ള ഒരു കൊച്ചു പഞ്ചായത്താണ്. എങ്കിൽ പോലും നമ്മൾ 30 ലക്ഷം രൂപ ഓൺ ഫണ്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ഒത്തിരി വാർഡിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വഴി നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ഒരു ഭരണസമിതിയുടെ സമയത്ത് നമ്മൾ അതിൻ്റെ കോൺക്രീറ്റുമായിട്ട് പോയി നമ്മളത് പൂർത്തീകരിക്കുന്നതാണ്. അത് അഭിമാനം മുഹൂർത്തത്തിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി ഏതൊക്കെ മേഖലയിലാണ് വികസനം കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് മാലിന്യമായിട്ട് നമുക്ക് ഒത്തിരി പ്രശ്നമുള്ളൊരു മേഖലയായിരുന്നു. ഗവൺമെൻറ് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് MCFകളൊക്കെ സ്ഥാപിക്കാൻ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, 32 മിനി MCF നമ്മുടെ പഞ്ചായത്തിലുടനീളം സ്ഥാപിച്ചു. അതുപോലെ തന്നെ മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വരുന്ന ഫണ്ടൊക്കെ കുറവാണെങ്കിലും 19 CCTV നമ്മൾ വെക്കുന്നതിന് ഇപ്പം അതിൻ്റെ ടെൻഡറായി അതിൻ്റെ സിമ്മ് വരെ നമ്മൾ എടുത്തു. ഒരാഴ്ചക്കുള്ളിൽ 19 CCTV. ഇപ്പം നമുക്കറിയാം ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ 13 വാർഡുകളുണ്ട്. ഈ 13 വാർഡുകളിലും എല്ലാ സ്ഥലത്തും CCTV സ്ഥാപിക്കുക എന്നത് ഒരു ഭരണസമിതിയെ കൊണ്ടും കഴിയുന്ന കാര്യമല്ല. എങ്കിൽ പോലും നമ്മൾ 19 ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പം പറഞ്ഞല്ലോ മിനി MCF 31 മിനി MCFകൾ. അതുകൂടാതെ നമ്മുടെ പഞ്ചായത്തിൽ 50 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് നമ്മൾ MBAPയോട് സ്ഥലം മേടിച്ച് തെക്കും ഭാഗത്ത് MCFനുള്ള നടപടികൾ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിച്ചു? ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം ആയുർവേദം, അതുപോലെ തന്നെ നമ്മുടെ PHSC മാർത്തോമ ആശുപത്രി, ഹോമിയോ ആശുപത്രി എന്നീ മേഖലകളിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 5 വർഷക്കാലം കൊണ്ട് മരുന്നിന് തന്നെ നമ്മൾ 1 കോടി രൂപ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ SC കുട്ടികളുടെ സ്കോളർഷിപ്പ് വിദ്യാഭ്യാസ മേഖലയിലോട്ട് കിടക്കുകയാണെങ്കിൽ 21 ലക്ഷം രൂപ നമുക്ക് സ്കോളർഷിപ്പ് നൽകുവാൻ സാധിച്ചു. ഭിന്നശേഷി സ്കോളർഷിപ്പ് 48 ലക്ഷം രൂപ, അംഗൻവാടിയുടെ പോഷകാഹാരം 93 ലക്ഷം രൂപ. അതുപോലെ തന്നെ നമുക്ക് ബാക്കി അങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമുക്ക് കാർഷിക മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവന്നു? കാർഷിക മേഖലയിൽ നമുക്ക് വിവിധ മേഖലകളിലാണ് നമ്മൾ. അപ്പം കർഷകർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമഗ്ര കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇപ്പം പുതിയൊരു പദ്ധതിയാണ്. നമുക്കറിയാം നമുക്ക് വരുന്ന പ്ലാൻ ഫണ്ട് വരുന്നത് അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അത് ഓരോ മേഖലയിലും ഇത്രയായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റോഡ് വികസനത്തിൽ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു? റോഡ് വികസനത്തിന് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ MBAPയുടെ ഒരു 10 കിലോമീറ്ററോളം റോഡ് നമ്മുടെ പഞ്ചായത്തിലൂടെ കടന്നു പോവുകയാണ്. സാധാരണക്കാരായ മനുഷ്യർക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും MBAPയുടെ ഒരു വഴിയെ സംബന്ധിച്ച് പഞ്ചായത്തിന്
ഒരു ഫണ്ട് പോലും പഞ്ചായത്തിൽ നിന്ന് എടുത്ത് ചെലവഴിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മളിപ്പം ഉദാഹരണമായിട്ട് പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിക്കടിയുള്ള വഴി നമ്മൾ MLA കണ്ടുകൊണ്ട് അതിൻ്റെ ടെൻഡർ വർക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കായിക മേഖലയിൽ എന്തൊക്കെ വികസനം? ഒരു കാര്യത്തോടെ എനിക്ക് പറയാനുണ്ട്. നമുക്ക് അറിയാം, നമ്മുടെ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP 38 ലക്ഷം രൂപ നമ്മുടെ ഈ പഞ്ചായത്തിലെ വിവിധ വഴികൾക്ക് നൽകിയിട്ടുണ്ട്. PJ ജോസ് MLA 2 കോടി രൂപ 2 കോടി 43 ലക്ഷം രൂപ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാരിസ് മീരാൻ MP 20 ലക്ഷം രൂപ, വഹാബ് MP 5 ലക്ഷം രൂപ, ജോസ് കെ മാണി 5 ലക്ഷം രൂപ, ജില്ലാ പഞ്ചായത്ത് 48 ലക്ഷം രൂപ. ഓക്കെ, കായിക മേഖലയിലെ വികസനങ്ങൾ എന്തൊക്കെയാണ്? കായിക മേഖലയിൽ നമുക്ക് പറയാമല്ലോ, നമുക്കിങ്ങനെ ഒത്തിരി ക്ലബ്ബുകളും കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ നമുക്ക് മറ്റേ കൂട്ടൊരു ടർഫ് ഗ്രൗണ്ടുകൾ, അങ്ങനെ ഗ്രൗണ്ടുകൾ വെക്കാനുള്ള നമുക്കറിയാമല്ലോ, ഈ എടവട്ടി പഞ്ചായത്തിൽ ജനസാന്ദ്രത കൂടുതലാണ്. പക്ഷേ അങ്ങനെ ഗ്രൗണ്ടുകളൊന്നും ഒരു കണ്ടെത്താനുള്ള ഒരു സാമ്പത്തിക ശേഷി നമ്മുടെ പഞ്ചായത്തിനില്ല. നമുക്ക് അതിനുള്ള ഫണ്ടുകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന് സ്ഥലം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇവിടെ അടുത്തൊരു പഞ്ചായത്തിലും നമുക്ക് ചില പഞ്ചായത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഫണ്ടുകളില്ല. നമുക്ക് എല്ലാവരും കൂടി അത് കണ്ടെത്തി തന്ന് എല്ലാം ഇപ്പൊ ഇവിടെ ഫണ്ടിന്റെ അപര്യാപ്തതയാണ് ഒരു കായിക മേഖലയിൽ കാര്യമായിട്ടുള്ള വികസനം കൊണ്ടുവരാൻ സാധിക്കാത്തത്. തീർച്ചയായിട്ടും സ്ഥലപരിധിയാണ്. നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. വളർന്നു വരുന്ന ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ്. എല്ലാവരും കൂടി അതിനൊരു ഫണ്ടും സ്ഥലവും കണ്ടെത്തി തന്നാൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ സഹകരിക്കുന്നതായിരിക്കും. നമുക്ക് സന്തോഷമുള്ളൂ. അല്ലാതെ നമ്മൾ അവരുടെ ഫണ്ട് പറ്റിയാൽ ഇവരുടെ ഫണ്ട് പറ്റിയാലെന്നൊന്നുമില്ല. നമുക്ക് സ്ഥലപരിധിയുണ്ട്. ഓക്കെ, മലങ്കരയിൽ ഇപ്പം നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുമുണ്ട്. ഓക്കെ, അടുത്തത് പ്രതിപക്ഷത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ആരോഗ്യ മേഖല, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ ഒരു 5 വർഷം കൊണ്ട് വികസനം കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പ്രസിഡന്റ് പറഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു 5 വർഷ കാലഘട്ടത്തിലെ ഭരണത്തെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ഈ 5 വർഷക്കാലം എടവട്ടി പഞ്ചായത്തിൽ മാതൃകാപരമായ വികസനം ഈ ഭരണസമിതിക്ക് ഈ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനുണ്ടോ? PHSC ഇപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ് PHSCകൾ CHSC ആക്കുന്നുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് PJ ജോസഫ് MLA 25 ലക്ഷം രൂപ ആരോഗ്യം മാർത്തോമ PHSCക്ക് അനുവദിച്ചിട്ട് അതുപോലും നടത്താതെ 4 വർഷക്കാലം വച്ചുകൊണ്ടിരുന്നിട്ട് ആ ഫണ്ട് ലാപ്സാക്കിയ ഭരണസമിതിയാണ് കഴിഞ്ഞുപോയ ഭരണസമിതിയും ഇതും. അത് പൂർത്തീകരിക്കാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. ആരോഗ്യ മേഖലയിലും വലിയ മാറ്റങ്ങളൊന്നും ഇവർക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. PHSC CHSC ആക്കാൻ പോലുള്ള ഒരു തീർപ്പൊന്നും ഇവർക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, അടുത്തത് UDF പ്രതിനിധിയിലേക്ക് കിടക്കാം. ഒരു PHC അത് പൂർണ്ണമായിട്ടും വികസനം നടത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു 5 വർഷ കാലഘട്ടത്തിലെ വികസനം എങ്ങനെ നോക്കിക്കാണും? പ്രതിപക്ഷ മെമ്പറുടെ ആരോപണം വളരെ പുച്ഛത്തോടു കൂടി തള്ളുകയാണ്. കാരണം എടവട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് എന്താണ് പ്രതിപക്ഷ മെമ്പർ ഈ 5 വർഷക്കാലം ഭരണസമിതിയിലിരുന്നപ്പോൾ പഠിച്ചത് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം. ഒരു സാമ്പത്തിക വർഷം PHCയിലേക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി തന്നെ ഏകദേശം 10 ലക്ഷത്തോളം രൂപ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യമായി നൽകുന്നു. അതുപോലെ ആയുർവേദ ആശുപത്രിക്ക് ഒരു വർഷം 8 ലക്ഷം രൂപ മരുന്ന് കൊടുക്കുന്നു. അതുപോലെ ഹോമിയോ ആശുപത്രി, അവിടെ നമ്മൾ 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ വകയിരുത്തി മരുന്ന് വാങ്ങുന്നു. ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒരു വർഷം നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു നേട്ടം, ആ നേട്ടം എന്ന് പറയുന്നത് PHCയോടനുബന്ധിച്ച് ഒട്ടേറെ പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും അതിജീവിച്ചുകൊണ്ട് തന്നെ UDF ഭരണസമിതി അവിടെ ഒരു ലാബ് തുടങ്ങുന്നതിന് വേണ്ടി ഏകദേശം 19 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി BPL കുടുംബാംഗങ്ങൾക്ക് സൗജന്യമായി അവിടെ അവരുടെ ഷുഗറും പ്രഷറും എല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ട് ലാബ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 33 ലക്ഷം രൂപ മുടക്കി ഗ്രാമപഞ്ചായത്ത് വളരെ നല്ലൊരു രീതിയിൽ ഓഡിറ്റോറിയം മോളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കുന്നതിന് സൗകര്യപ്രദമായി PHCയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് വിവിധ വർഷങ്ങളിലായിട്ട് പദ്ധതി വഹിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇന്ന് അവരത് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ PHCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ തെക്കുംഭാഗത്ത്
NSMനുമായി ഫണ്ടുമായി 51 ലക്ഷം രൂപ അനുവദിച്ച് ബഹുമാനപ്പെട്ട തെക്കും ഭാഗത്തെ കല്ലാനിക്ക പള്ളി വികാരി അച്ഛൻ്റെ സമ്മതത്തോടും കോതമംഗലം രൂപതയുടെ അനുഭവത്തോടും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ബേബി മെമ്പറുടെ ഒക്കെ സമ്മർദ്ദവും അവരുടെയൊക്കെ ശ്രമഫലമായിട്ട് സൗജന്യമായിട്ട് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന് അവിടെ 3 സെൻറ്റ്, എത്ര സെൻറ്റ് സ്ഥലം ബേബി? 3 സെൻറ്റ് സ്ഥലം സൗജന്യമായിട്ട് നൽകി നമ്മളിപ്പോൾ അവിടെ കെട്ടിടം പണിയാൻ വേണ്ടി പോവുകയാണ്. ഇതാണോ ആരോഗ്യ മേഖലയിൽ ഉള്ള പരാജയം? പിന്നീട് നമ്മൾ ഓരോ വർഷവും എല്ലാ വർഷവും നമ്മൾ മരുന്ന് വാങ്ങുന്നതിന് ഫണ്ട് അനുവദിക്കുന്നു. അവിടെ ഇത് കൂടാതെ ആർദ്ര പുരസ്കാരം വാങ്ങിയ ഒരു ഗ്രാമപഞ്ചായത്താണ് PHC ആണ്. 13 ജില്ലയിൽ 13 സെൻറ്റ് സ്ഥലത്ത് പ്രവർത്തിക്കുന്ന PHC ആണ്. ആ PHCയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ആരോഗ്യ പുരസ്കാരം നേടിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ പൂർണ്ണമായും വികസനം കൈവരിക്കാൻ സാധിച്ചു. വളരെ മുന്നോട്ടാണ്. ഇവിടെ ഒരു സമരം പോലും ഒരു ആക്ഷേപം പോലും ഒരു പൊതുജനം പറഞ്ഞിട്ടില്ല. വർഷം 5 പൂർത്തീകരിക്കുക, ഒരു സമരം വന്നിട്ടില്ല. ഇവിടെ മരുന്നില്ല എന്നും പറഞ്ഞ് തെരുവിൽ ഇവിടുത്തെ പൊതുജനം ഇറങ്ങിയിട്ടില്ല. എവിടെയാണ് ഇറങ്ങിയിട്ടുള്ളത്? ഇവരെ പോലെ ആക്ഷേപം ഉന്നയിക്കുന്ന പ്രതിപക്ഷ മെമ്പർമാരുണ്ടാവും. NRFMൻ്റെ ഫണ്ടും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് സബ് സെൻ്ററുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ നമുക്കറിയാം. കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക ആരോഗ്യ മേഖല പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചൊക്കെ സബ് സെൻ്ററുകളുടെ വിപുലീകരണമാണ്. ആ വിപുലീകരണം കൊണ്ടാണ് 51 ലക്ഷം രൂപ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന് യഥാസ്ഥിതി നേടിയെടുക്കാൻ സാധിച്ചത്. ഇവിടെ അടുത്തൊരു ഗ്രാമപഞ്ചായത്തിനും ആ പദ്ധതി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ ഭരണസമിതിയുടെ UDF ഭരണസമിതി വളരെ നേട്ടമായിട്ടാണ് ആരോഗ്യ മേഖലയിൽ കാണുന്നത്. ഓക്കെ, വ്യവസായ മേഖലയിൽ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു? വ്യവസായ മേഖലയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന് ആകെ ഒരു വനിതാ വർക്ക്ഷേപ്പാണുള്ളത്. 180ഓളം കുടുംബശ്രീ പ്രവർത്തകർ, 188ഓളം യൂണിറ്റുള്ള കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതിൽ അവർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ബാങ്കുകളുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ കയ്യിലിരിക്കുന്ന തുച്ഛമായ സ്ഥലം, ഗ്രാമപഞ്ചായത്തിന് ആകെ 60 സെൻറ്റ് സ്ഥലത്തിൽ താഴെയുള്ളൂ. നമുക്കൊരു വ്യവസായ പ്ലോട്ട് തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു വ്യവസായ പാർക്ക് തുടങ്ങുന്നതിനോ ഇന്ന് ഗ്രാമപഞ്ചായത്തിന് സാധിക്കില്ല. ഇതുപോലെ ടൗൺ ഏരിയയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. വളരെ വിസ്തൃതമായ 35 ഏക്കറോളം വരുന്ന വനഭൂമിയാണ് നമുക്കുള്ളത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വനഭൂമിയാണ്. ആ വനഭൂമിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു, ഇവിടെ 50 വർഷം മുമ്പ് പഴക്കമുള്ള റോഡ് വനഭൂമിയാണ് അവിടെയുള്ളത്. അവിടെ 10-200ഓളം ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വഴിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് 30 ലക്ഷത്തിന് രൂപ വില കൊടുത്ത് ആ ഭൂമി ഇന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യമായിട്ട് റോഡ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത്. ഇതാണ് UDF ഭരണസമിതി. അല്ലാതെ ഞങ്ങൾ അഴിമതിക്കാരല്ല, ആക്ഷേപങ്ങളില്ല. ഓക്കെ, LDF പ്രതിനിധിയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ ഒരു 5 വർഷ കാലഘട്ടത്തിലെ ഭരണത്തെ നോക്കിക്കാണുന്നത്? ജനങ്ങളുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞാൽ പറയുന്നവരോട് പുച്ഛം തോന്നുന്ന, അവരെ വലിയ തോതിൽ അപമാനിക്കുന്ന ഒരു ഭരണസമിതിയാണ് നമുക്കുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഏറ്റവും വലിയ നേട്ടമായി ഇവിടെ പ്രിയപ്പെട്ടവർ സൂചിപ്പിച്ച നടയത്ത റോഡ്, ഈ നിൽക്കുന്ന ആളുകളെല്ലാം ജനിക്കുന്നതിന് മുമ്പ് ആളുകൾ അവിടെ താമസിക്കുകയും അവിടെ കാൽനടയാത്രയായി സഞ്ചരിക്കുകയും സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു ഭൂമി വനം വകുപ്പിൻ്റേതാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇടവെട്ടി പഞ്ചായത്ത് ഭരണസമിതി. യഥാർത്ഥത്തിൽ വനം വകുപ്പിന് നേരിട്ട് അവകാശമില്ലാത്ത ഭൂമിയാണ്. ആ ഭൂമിയിൽ അവിടെ ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത തരത്തിൽ, കാൽനട യാത്ര പോലും പറ്റാത്ത തരത്തിൽ ചുറ്റുവേലിയിട്ട് അവിടെ കമ്പി സ്ഥാപിച്ചു. സാധാരണഗതിയിൽ ഒരഭിമാനബോധമുള്ള നാടിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികളുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞ് ഇവർക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന കേരള ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിലപാട് സ്വീകരിച്ച് അവിടെ കമ്പിവേലിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാൻ കഴിവുണ്ടായിരുന്ന ഒരു ഭരണസമിതി അവിടെ ചുറ്റുവേലിയിട്ടു വന്ന ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സൽക്കരിച്ച് പൊന്നാടയണിയിച്ച നാണംകെട്ട ഭരണസമിതിയാണ് ഇന്ന് ഇടവെട്ടി പഞ്ചായത്ത് ഭരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടോ നേരിട്ട് കാണുന്ന ഒരു വീട്ടുകാരൻ്റെ വീട്ടിലൊരാൾ മരിച്ചാൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഓട്ടോറിക്ഷ വിളിച്ചു പോകണം ഇത്രയും ദൂരമുള്ള വീടുകളിലേക്ക് ഇപ്പോൾ സഞ്ചരിക്കാൻ. അതാണ് ഒന്നാമത്തെ ഭരണ നേട്ടമായി പ്രസിഡന്റ് പറഞ്ഞത്. രണ്ടാമത്തത് എന്താ? ആരോഗ്യരംഗത്ത് മരുന്ന് വാങ്ങിക്കൊടുത്തുവന്ന് ഈ പറയുന്ന ആളുകളോട് വളരെ സഹതാപം മാത്രമേ ഉള്ളൂ. പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഒരക്ഷരമെങ്കിലും അറിയാവുന്ന ഒരാൾ ഞങ്ങളുടെ ഭരണസമിതിയാണ് മരുന്ന് വാങ്ങിയതെന്ന് പറയുമോ?
സംസ്ഥാന ഗവൺമെൻറ് പഞ്ചായത്തുകൾക്ക് 100 രൂപ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന പണത്തിനൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം ഇത്ര ശതമാനം രൂപ ആരോഗ്യ മേഖലയിൽ ചെലവിടണം, ഇത്ര ശതമാനം പശ്ചാത്തല മേഖലയിൽ ചെലവിടണം, ഇത്ര ശതമാനം ഇതുപോലെ പട്ടികജാതി വിഭാഗത്തിന് കൈമാറണം. അങ്ങനെ ഓരോ മേഖലയെടുത്ത് പരിശോധിച്ചാലും ആ മേഖലയ്ക്കെല്ലാം സംസ്ഥാന ഗവൺമെൻറ് ഒരു വിഹിതം വയ്ക്കും. ആ വിഹിതത്തിൽ നിന്നും 1 രൂപ കൂടുതൽ അനുവദിച്ചാലല്ലാതെ ഈ ഭരണസമിതി മരുന്ന് വാങ്ങി കൊടുത്തുവെന്ന് പറയാൻ പറ്റില്ല. ഈ UDFന്റെ ഭരണസമിതിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ 5 വർഷക്കാലത്തിനിടയിൽ 1 രൂപയെങ്കിലും ചെലവഴിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഇവരുടെ നേട്ടമായിട്ട് പറയാം. ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കേണ്ട പണം ചെലവഴിക്കാതെ, അനുവദിക്കപ്പെടാതെ പൈസ അവിടെ ഈ നാട്ടിലെ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിൽ നിന്നും വന്ന് അവിടെ മരുന്ന് വാങ്ങി ചികിത്സ തേടിയിരുന്ന ഏറ്റവും മിടുക്കരായ 2 ഡോക്ടർമാർ PHSയിലെ യോഗം ചേർന്നപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി പൈസ കൊടുക്കാത്തത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അവരെ ആക്ഷേപിച്ച് ആട്ടിയിറക്കിയവരാണ് ഇവിടെ മാന്യന്മാരായി നിന്ന് ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുന്നത്. 7 വർഷക്കാലം മുമ്പ് 16,000 രൂപ മുടക്കി അവിടെ ഒരു ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. എടവട്ടി പഞ്ചായത്തിലെ തെരുവ് പട്ടികൾക്ക് മുള്ളാൻ MDA അവിടെ ഒരു കെട്ടിടം പണിയാത്തത് അത്രയും നാണം കെട്ടവരാണ് ഇന്ന് എടവട്ടി പഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ദീർഘാണം മുടക്കി ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറയുമ്പോൾ കൈയടിക്കുകയും അങ്ങയിലേക്ക് തിരിച്ചു വരാം. പ്രസിഡന്റ്, എന്താണ് ഈ ഒരു ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? എനിക്ക് ആരോപണത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത്, അത്രയ്ക്ക് അഴിമതി നിറഞ്ഞ ഒരു ഭരണമാണ് UDF ഇവിടെ നിലനിർത്തുന്നതെങ്കിൽ എന്തുകൊണ്ട് 15 വർഷമായിട്ട് ഇവിടെ UDF തന്നെ അധികാരത്തിൽ വരുന്നു? അങ്ങനെ അഴിമതിയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ മാറ്റി ചിന്തിക്കും. തുടർച്ചയായിട്ട് 15 കൊല്ലം എന്തുകൊണ്ടാണ് UDF അധികാരത്തിൽ വരുന്നത്? ആർക്കും എന്താ ആക്ഷേപവും പറയാം. അതൊന്നും സത്യമായ കാര്യമല്ല. ഗവൺമെൻറ് തരുന്ന ആ പൈസ അല്ലാതെ ഈ കൊച്ചു പഞ്ചായത്തിൽ ഓരോ മെമ്പർമാരുടെ വീട്ടിൽ നിന്നൊന്നും എടുത്തുകൊണ്ട് പോയി ചെലവഴിക്കാൻ സാധിക്കില്ല. അത് പണ്ട് കൂട്ടി തരേണ്ട ഉത്തരവാദിത്തം ഈ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചിരുന്ന തുക, ഓരോ മേഖലയ്ക്കും ചെലവഴിക്കാൻ അനുവദിച്ചിരുന്ന തുക പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ സാധിച്ചു? പൂർണ്ണമായിട്ടും വിനിയോഗിച്ചു. നമുക്കറിയാം ഈ 4 വർഷം നമ്മൾ അത് പൂർണ്ണമായിട്ടും വിനിയോഗിച്ചു. ഇപ്പം നമുക്കറിയാം മാർച്ച് വരെ ഈ സാമ്പത്തിക വർഷമുണ്ട്. എങ്കിൽ പോലും ഇപ്പം ഈ സമയം കൊണ്ട് 1,15,00,000 രൂപ നമ്മളിപ്പോൾ ചെലവഴിച്ചിരിക്കുകയാണ്. ഇനിയും കിടക്കുകയാണ് മാസങ്ങൾ. പിന്നെ എന്നെ അഴിമതി നടത്തുന്ന ഈ പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. പൊതുജനങ്ങൾക്ക് ചോദിക്കാനായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അവസരമാണ്, നിങ്ങൾക്ക് ചോദിക്കാം. ആരോടാണ് ചോദിക്കാനുള്ളത്? UDFന്റെ ഭരണസമിതി അധികാരം എടുക്കുമ്പോൾ കുടിവെള്ളം ഇല്ലാതിരുന്ന കാലത്താണ് ഞങ്ങളൊക്കെ 2000 ഇവിടെ ഭരണത്തിൽ വരുന്നത്. ഇപ്പം സമഗ്ര കുടിവെള്ള പദ്ധതി, എല്ലാ വീട്ടിലും കുടിവെള്ള പദ്ധതി എത്തിച്ച ഭരണസമിതിയാണ് UDFന്റെ. കഴിഞ്ഞ 20-25 കൊല്ലമായിട്ട് ഒരു ടേം മാത്രമാണ് LDFന് ഭരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതിയെ തുടർച്ചയായി ഞങ്ങളെ അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഇടവെട്ടിയിലുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം ഇവിടെ ആരോടാണ് ചോദിക്കാനുള്ളത്? UDFന്റെ പ്രതിനിധിയോടും പ്രസിഡന്റിനോടും കൂടിയാണ്. ഓക്കെ, ചോദിച്ചോളൂ. ഞാൻ താമസിക്കുന്നത് 12ാം വാർഡിലാണ്. ആ 12ാം വാർഡിൽ ഒരു കനാല് കടന്നു പോകുന്നുണ്ട്. ആ കനാല് കണ്ടാൽ നമ്മുടെ ഇടവെട്ടി പഞ്ചായത്ത് മാലിന്യമുക്തമാണോ, മലിനജലം ഒഴുക്കുന്ന ഒരു പഞ്ചായത്താണോ എന്ന് അറിയാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ നമ്മുടെ ഈ കനാൽ റോഡിൽ കൂടെ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ അത് ഒരു 10 അടി ദൂരത്തിൽ വന്നാൽ പോലും അപ്പുറത്ത് വരുന്ന വണ്ടി ഇപ്പുറത്ത് വരുന്ന വണ്ടിയും കൂടെ ഹോണടിച്ച് പിടിച്ചില്ലെങ്കിൽ കൂട്ടിയിടിക്കുന്ന ഒരു സ്ഥിതി വിശേഷം. വീതി കുറവിൻ്റെ അല്ല, 2 വശത്തുനിന്നും ഇപ്പോൾ സോഷ്യൽ ഫോറസ്റ്റ് ഇവിടെ ഡിപ്പോയിലുണ്ടെന്ന് പറഞ്ഞ പോലെ സോഷ്യൽ ഫോറസ്റ്റ് പോലെ തന്നെ 2 വശത്തുനിന്നും കാട് കയറി മൂടിക്കിടക്കുന്ന, അത് തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പണ്ടൊക്കെ അത് തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ആ കാടുകളെല്ലാം കൃത്യമായിട്ട് വെട്ടിത്തെളിച്ചുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ വെട്ടിത്തെളിക്കാൻ പോയിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത് കൂടിയില്ല. അതുകൂടാതെ ഈ ഇലക്ഷൻ ആകും എന്ന് കണ്ടപ്പോൾ ഇവിടെ നിന്നൊരു കാട് വെട്ടുന്ന മെഷീനുമായിട്ട് വന്നിട്ട് നമ്മുടെ മെമ്പറെ കാണാൻ പോലുമില്ല. അത് പോട്ടെ, ആ മെമ്പറുടെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ആ പ്രദേശത്തേക്ക് UDFകാർക്ക് വരേണ്ട കാര്യം പോലുമില്ല. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഒരു കാട് വെട്ടുന്ന മെഷീനുമായിട്ട് വന്നിട്ട് 2 എന്നും പറഞ്ഞ് 2 അരപ്പിച്ച് വിട്ടു പോണ ഒരു സ്ഥിതിവിശേഷമാണ്. ഒരു 3 പേരെ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, ഒരു 3 പേരെ
ഈ മെമ്പറാണോ പഞ്ചായത്താണോ UDF ആണോ പറഞ്ഞു ഓക്കെ, അപ്പൊ പൂർണ്ണമായിട്ടും മാലിന്യ നിർമ്മാർജ്ജനം നടത്തിയിട്ടില്ല. ആ റോഡ് ഇരുവശങ്ങളും കാട് കയറി മൂടിക്കിടക്കുകയാണ്. പൂർണ്ണമായിട്ടും മാലിന്യമുക്തമെന്നല്ല, നിർമ്മാർജ്ജനമെന്നല്ല, പൂർണ്ണമായിട്ടും മാലിന്യം ഒഴുക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, എന്താണ് പ്രസിഡന്റിന് ഇതിന് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, ഈ കനാൽ എന്ന് പറയുന്നത് MBAPയുടെ സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് കാട് വെട്ടുമായിരുന്നു. ഈ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാട് വെട്ടാൻ സാധിക്കുമെങ്കിൽ ഈ പ്രദേശം അങ്ങനെ കിടക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങൾ എന്നാ UDFകാർ മണ്ടന്മാരാണോ? ഇതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പം ഈ കനാലുകൾ ആസ്തി സൃഷ്ടിക്കുന്ന പദ്ധതികൾ മാത്രമേ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇപ്പോൾ ഒരു പറമ്പിലാണെങ്കിൽ പോലും 5 വർഷം പണിത പറമ്പിലോ 5 വർഷം പണിത തോട്ടിലോ നമുക്ക് പണിയാൻ പറ്റിയാലെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെന്നെ തടഞ്ഞു വെക്കാനൊക്കെ വന്നു. പക്ഷേ തടഞ്ഞു വെക്കാൻ വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ മെമ്പർമാർ പറഞ്ഞു ഇതിന് കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് നാളെ തന്നെ ഞങ്ങൾ കനാൽ അപ്പടി അങ്ങ് ചെയ്തേക്കാമെന്ന്. അതിൻ്റെ പേരിൽ ഞാൻ ഇവരോട് പറഞ്ഞതാണ് നമ്മൾ അത് ചെയ്യും, പക്ഷേ ഇവരത് കമ്മിറ്റി തീരുമാനമെടുത്ത് അപ്പടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പ്രസിഡന്റ് ഇടുക്കി കളക്ടറേറ്റിൽ കളക്ടറുടെ മുമ്പിൽ 52 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മുമ്പിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ MBIPയുടെ കാട് വെട്ടണമെന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ JPC നമ്മുടെ പഞ്ചായത്ത് വരികയും മെമ്പർമാരുടെ എല്ലാ സാന്നിധ്യത്തിൽ തൊഴിലുറപ്പിൽ ഇത് ചെയ്യാൻ പറ്റിയാലെന്ന് പ്രഖ്യാപിച്ചതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ മാസവും താലൂക്ക് സമിതി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിരന്തരവും ഈ കാര്യം പറയുന്നതാണ്. അപ്പോൾ MBIP പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ താലൂക്ക് സമിതി കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പറഞ്ഞു, ഫണ്ടില്ലെങ്കിൽ നമുക്കറിയാം തെക്കുംഭാഗം മേഖലകളിൽ ഒത്തിരി പിള്ളേർ പഠിക്കുന്ന സ്കൂളൊക്കെ ഉണ്ട്, കുട്ടികളെയും കൂട്ടി ഞാൻ അങ്ങ് വരുമെന്ന് പറഞ്ഞു. ഇന്നലെ അവരൊരു കത്ത് വിട്ടേക്കുവാണ്. നേരിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, പ്രസിഡന്റ് ഞങ്ങൾ മന്ത്രിയോട് ഫണ്ട് ചോദിക്കാം, ഡിപ്പാർട്ട്മെൻറ്റിനോട് ഫണ്ട് ചോദിക്കാം, അതിനൊരു മെയിൽ വിടാൻ പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് 12 മണിക്ക് ആ മെയിൽ ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിനെന്താണ് മറുപടി? മാലിന്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് അങ്ങേ നാട്ടിൽ നിന്ന് വരുന്ന മാലിന്യമൊന്നുമല്ല, ഇവിടെയുള്ള ആൾക്കാർ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതാണ്. അതൊരു ഭരണസമിതിക്ക് ഒളിച്ചിരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് കുറച്ചൊക്കെ നാട്ടിലെ ജനങ്ങളും കൂടെ ചിന്തിക്കണം. അല്ലാതെ ഇത് MBIPയുടെ ഇതാണ്. ഒന്നെങ്കിൽ അതിനുള്ള അതിനിപ്പം നമ്മൾ ഒരു 19 ക്യാമറകൾ റെഡിയാക്കിയിട്ടുണ്ട്, അത് നമ്മൾ സ്ഥാപിക്കും. അതിനിവിടെ പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർമാർ അല്ലെങ്കിൽ UDFന്റെ പ്രതിനിധികൾ വന്ന് ഒളിച്ചിരുന്ന് കണ്ടുപിടിക്കണമെന്നല്ല പറഞ്ഞത്. അവിടെ മാലിന്യമുക്തമാണോ എന്നുണ്ടെങ്കിൽ ഒരു CCTV ക്യാമറ വെക്കണം. ആ ക്യാമറ വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കാട് വെട്ടി തെളിക്കണം. അല്ലെങ്കിൽ ക്യാമറയിൽ കാട് മാത്രമേ കാണുകയുള്ളൂ, അത് കൊണ്ടുപോയിരുന്ന ആൾക്കാരെ കാണാൻ കിട്ടുകയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ക്യാമറ വിവിധ മേഖലകളിൽ സ്ഥാപിക്കും. നമ്മളിപ്പോൾ MBIPയോട് ആവശ്യപ്പെട്ടേക്കുന്നത്, നമുക്കറിയാം നമ്മൾ പൊട്ടന്മാരൊന്നുമല്ല, സ്കൂൾ കുട്ടികളല്ല. നമ്മളിപ്പം 2 പേര് വണ്ടിയെ പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ കുത്തിക്കയറ്റുന്ന ഒരു അവസരമാണ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ നിത്യവും ഇതിനു വേണ്ടി ശബ്ദിക്കുന്ന ഒരു പ്രസിഡന്റ് ആണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് ഒരു നാടിനെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. MBIP അതിനുള്ള നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. LDF പ്രതിനിധിയിലേക്ക് കിടക്കാൻ. ഈ കനാലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ സാമ്പത്തിക വർഷം, അതായത് ഈ ഭരണസമിതി വന്ന 5 വർഷക്കാലവും MBIP കനാല് പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഈ സാമ്പത്തിക വർഷം ഉൾപ്പെടെ പണിത പഞ്ചായത്ത്, ഇടവെട്ടി പഞ്ചായത്തിൻ്റെ UDFന്റെ ഭരണസമിതിക്കാരെ ഞങ്ങളുടെ ചെലവിൽ സൗജന്യമായി നാളെ പറഞ്ഞാൽ നാളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഇവർ തെളിയിച്ചാൽ LDFകാർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടവെട്ടി പഞ്ചായത്തിൽ മത്സരിക്കുന്നേയില്ല. അടുത്ത ചോദ്യം ആരോടാണ് ചോദിക്കാനുള്ളത്? എനിക്ക് നമ്മുടെ പ്രതിപക്ഷത്തോടാണ്. പ്രിയപ്പെട്ട സുബൈദ, ഒരു നിമിഷം നിങ്ങൾ തന്നെ ജയിക്കും. ചോദിച്ചോളൂ. പ്രിയപ്പെട്ട സുബൈദ മെമ്പറോടാണ്, എൻ്റെ സഹമെമ്പറാണ്. ചോദിച്ചോളൂ. നമുക്കറിയാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഒരു നിയമം പാസാക്കിയ ഒരു പദ്ധതിയാണ്. അതിൻ്റെ അകത്ത് ഓരോ നിയമങ്ങളും 234 പ്രവൃത്തികളാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായി നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുജീബ് ഖാൻ ഇവിടെ പറഞ്ഞിരുന്നു, അതായത് 5 വർഷക്കാലം നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ
കനാലിൻ്റെ അറ്റകുറ്റപ്പണികളും അതോടൊപ്പം തന്നെ അതിൻ്റെ മാലിന്യമുക്തവും നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുന്നു. ഈ 234 പ്രവർത്തനങ്ങളിൽ നമ്മുടെ ബഹുമാനായ JPC അംഗീകരിച്ച് നമ്മുടെ കളക്ടർ നമുക്ക് തരണമെങ്കിൽ ഈ 234 പ്രവൃത്തികളിൽ ഏതെങ്കിലും ഒരെണ്ണമുണ്ടോ? ഇപ്പം അത് ക്യാൻസലാക്കിയത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ പറഞ്ഞിരുന്നു, പ്രസിഡന്റിനെ തടഞ്ഞു വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ അജണ്ടയായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അജണ്ട വെച്ച് കഴിഞ്ഞാൽ ഈ MVP കനാല് 8 കിലോമീറ്ററാണ്. നമ്മുടെ തെക്കുംഭാഗം മുതൽ നമ്മുടെ ആർപ്പാമറ്റം വരെ 8 കിലോമീറ്ററാണ്. 8 കിലോമീറ്ററും ഞങ്ങൾ ശുചിത്വമാക്കിക്കോളാം, നിങ്ങളതിന് ഈ കമ്മിറ്റി ഏകകണ്ഠേന പാസ്സാക്കി തരാൻ പറഞ്ഞത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ മെമ്പറുടെ ആവശ്യം ഞങ്ങൾ കണ്ട് ഞങ്ങളാരും ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താതെ നമ്മുടെ കമ്മിറ്റി മിനിറ്റ്സിലുണ്ട്. 13 പേരും ഒപ്പിട്ട് ഞങ്ങൾ ഈ പ്രതിപക്ഷ അംഗങ്ങളെ ഏൽപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ ഇടുക്കി കളക്ടറെയും പോയി കണ്ടതാണ്. എന്തുകൊണ്ട് അതിന് നമുക്ക് അനുമതി ലഭിച്ചില്ല? എന്തുകൊണ്ട് നമ്മുടെ ഈ പ്രതിപക്ഷ അംഗങ്ങൾ സംസ്ഥാനം ഭരിക്കുന്ന ആളുകളുടെ പ്രതിനിധികളാണ്? എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം, ഒരു പ്രത്യേക നിയമം തരാം, അതിനുവേണ്ടി കോർഡിനേഷൻ കമ്മിറ്റിക്ക് നമുക്ക് ഈ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാം, എന്തുകൊണ്ട് ഈ പ്രതിപക്ഷ മെമ്പർ ചെയ്തില്ല? ഓക്കെ, പ്രതിപക്ഷത്തോടാണ് ചോദ്യം, പറയാം. ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞു വെച്ചെന്ന് പറഞ്ഞു. MVP കാർഡ് വെട്ടാൻ വേണ്ടി കമ്മിറ്റി തീരുമാനം അജണ്ടയായിട്ട് ഞങ്ങൾ തടഞ്ഞു വെച്ചതിൻ്റെ ഒപ്പം തന്നെ പ്രസിഡന്റ് പറഞ്ഞു ഉടനെ തന്നെ കമ്മിറ്റി വിളിച്ച് ഇത് അജണ്ടയായിട്ട് തന്നെ എടുത്ത് ആ അജണ്ട പ്രകാരം പ്രതിപക്ഷ മെമ്പർമാരുടെ കാര്യങ്ങൾ ഇവർ MVP-കാർക്ക് കൊടുക്കാവുന്നൊരു കാർഡ് വെട്ടുന്നതിനും ശുദ്ധീകരണം നടത്തുന്നുണ്ട്. പക്ഷേ ആ കമ്മിറ്റി തീരുമാനം ഇന്ന് വരെ MVP-യുടെ കയ്യിൽ എത്തിയിട്ടില്ല. ആ കമ്മിറ്റി തീരുമാനം ഇവരെന്തുകൊണ്ട് MVP-ക്ക് കൊടുത്തിട്ടില്ല? ഇവർ പറഞ്ഞു കാർഡ് വെട്ടുന്ന. എൻ്റെ 2ാം വാർഡിലേക്ക് വന്ന് നോക്ക്, കാട് വെട്ടിയിട്ടുണ്ടോ? കനാല്, ഈ കിടക്കുന്ന കനാൽ പോലെയാണ് 2ാം വാർഡിലെ കനാല് കിടക്കുന്നത്. നോക്കാം, ഇവിടെ വന്ന് ശുചീകരണം നടത്തി. 11ാം വാർഡിലെ കനാലൊന്നുമില്ല, MVP-യുടെ കനാലാണ്. ആ ഭാഗത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും 10,000 രൂപ പഞ്ചായത്ത് പ്രസിഡന്റിന് മാക്സിമം അനുവദിക്കാവുന്ന, ഒരു കമ്മിറ്റിയിൽ ഒരു മെമ്പർക്ക് അനുവദിക്കാവുന്ന തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ആ 10,000 രൂപ ബഹുമാനപ്പെട്ട സുബൈദ മെമ്പർക്കും സുജാത മെമ്പർക്കും സൂസി മെമ്പർക്കും ഈ പ്രതിപക്ഷ മെമ്പർമാർക്ക് മാത്രമല്ല 8 മെമ്പർമാർക്കും അനുവദിച്ച് കാട് വൃത്തിയാക്കിയ കഥയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ ഇപ്പൊ പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നവകേരള മിഷനുമായി മാലിന്യ സംസ്കരണത്തിന് നമുക്കറിയാം ആളുകളുടെ സന്നദ്ധ പ്രവർത്തനം ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട മെമ്പർ ഒന്നില്ലെങ്കിൽ അവരെ കയറ്റിയിരുത്തുന്നേ. ഒരു നിമിഷം പ്രതിപക്ഷത്തോട് ചോദിച്ചിട്ട് മറുപടി പറയട്ടെ. ഒരു നിമിഷം ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു നിമിഷം മറുപടി പറയട്ടെ. ചോദ്യത്തിന് മറുപടി പറഞ്ഞോളൂ. കേരള ഗവൺമെന്റ് മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിച്ചപ്പോഴും എടവെട്ടി ഗ്രാമപഞ്ചായത്തിന് ഒരു MCF 4ാം വാർഡിൽ ഞാൻ പുച്ഛത്തോടെ പറയുന്ന കാര്യങ്ങൾ പുച്ഛത്തോടെ നോക്കുന്ന ഇവിടെ പ്രതിനിധിയല്ല ഇവിടെ നിൽക്കുന്നത്. MCF 4ാം വാർഡില് പഞ്ചായത്തിന്റെ സ്ഥലത്ത് പണിയാൻ പോകാൻ നേരത്ത് ഒരു നിമിഷം പറഞ്ഞോളൂ. അവിടെ പണിയാമെന്ന പഞ്ചായത്ത് വന്നപ്പോ എന്റെ വാർഡിലേക്ക് മാലിന്യമുക്ത നവകേരളത്തുമായി മാലിന്യം നിക്ഷേപിക്കാനായിട്ട് എന്റെ വാർഡിലേക്ക് അത് പണിയാൻ വരുമെന്ന് പറഞ്ഞാൽ UDF പ്രതിനിധിയാണിത്. അങ്ങേക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അതിലെന്താണ് മറുപടി പറയാനുണ്ട്? പറഞ്ഞോളൂ. MVP കനാലിന്റെ കാര്യം എന്നെ ഇവിടുന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞ ഷമീർ മംഗലംപറമ്പിൽ ഉൾപ്പെടെ ഇരിക്കുന്ന ആളുകള് ഇവിടെ നിന്ന് 71 കിലോമീറ്റർ അപ്പുറം UDF ഭരിക്കുന്ന കൂവപ്പടി പഞ്ചായത്തിൽ പോയി ഈ കനാല് തൊഴിലുറപ്പ് പദ്ധതിയിൽ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്നൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നിരുന്ന് ഈ ന്യായം പറഞ്ഞാൽ മതി. ഇവിടുന്ന് 71 കിലോമീറ്റർ പോയാൽ മതി. ഈ പദ്ധതി പ്രകാരം കനാല് നടപ്പാക്കിയിട്ടുണ്ട്. കേടുകൊണ്ട് ഇവിടെ വന്നു നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറുപടി പറയട്ടെ. കഴിഞ്ഞോളൂ. ഓക്കെ, അടുത്ത ചോദ്യം ആരോടാണ് ചോദിക്കാനുള്ളത്? പ്രതിപക്ഷ നേതാവിനോടാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയോട്. പ്രതിപക്ഷം ഭരണപക്ഷം എന്നുണ്ടോ? എല്ലാവരും ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ?
ഞങ്ങളുടെ അറിവ് വെച്ച് ഒറ്റ ഭരണസമിതിയേ ഉള്ളൂ. ഞങ്ങളുടെ അറിവല്ല സർ, തദ്ദേശ ഭരണ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുണ്ടോ? ഒറ്റ ചോദ്യം. ഭരണസമിതി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇടവെട്ടി പഞ്ചായത്തിലെ UDF ഭരണസമിതി അല്ല സർ, ജനങ്ങളെ കാണുന്നത് ഞങ്ങൾക്ക് തിന്നാനുള്ളവരും അവരല്ല അനുഭവിക്കാനുള്ളവരും. അങ്ങനെ രണ്ട് തരത്തിലാണ് കാണുന്നത്. അല്ല സർ, തിന്നാൻ വേണ്ടി നടക്കുന്നവരും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നവരുമായ ഈ ഭരണസമിതിയിൽ അങ്ങയുടെ ചോദ്യം പ്രസക്തമായിട്ട് തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രതിപക്ഷം അവരെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവരും അതിന്റെ പങ്കാളികളാണ്. 1 രൂപയും കഴിച്ചിട്ടില്ല, ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഈ പറയുന്നവരാരും ബിരിയാണി തിന്നാൻ പറയുന്നവരല്ല. അടുത്ത ചോദ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? അടുത്ത ചോദ്യം വ്യക്തിപരമായിട്ടും ചോദിക്കാം, എന്നോട് ചോദിക്കാം, ഒരു കുഴപ്പമില്ല. എല്ലാത്തിനും മറുപടി ഉണ്ട്. ചോദിക്കാൻ ചുണയുള്ളവർക്ക് ഇവിടെ വന്ന് നിന്ന് വ്യക്തിപരമായിട്ടും ചോദിക്കാൻ, കൃത്യമായ മറുപടി പറയാൻ അന്തസ്സോട് കൂടി തന്നെയാണ്. അടുത്ത ചോദ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങളുടെ ജനപ്രതിനിധികളോട് ചോദിക്കാം. ബഹുമാനപ്പെട്ട മുജീബ് കായടാണ്. ഇടുക്കി ജില്ലയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് എൻ്റെ ബഹുമാന സുഹൃത്തായ ഉടുമ്പന്നൂർ ഭരിക്കുന്ന ലതീഷ് അവറുകളാണ്. ഇപ്പോൾ ഇക്ക പറയുന്നു, അതായത് LDFന്റെ പ്രകടന പത്രികയിലേക്ക് പറയുന്നു എടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ കളിക്കളം നിർമ്മിച്ചിട്ടില്ല എന്ന്. എനിക്ക് ബഹുമാനപ്പെട്ട മുജീബ് കായോട് ചോദിക്കുന്നത്, ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷന്റെ പ്രസിഡന്റായ ലതീഷ് പ്രസിഡന്റിന് എന്തുകൊണ്ട് സാധ്യമായില്ല? നാട്ടിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല എന്ന് പറയാനല്ല നിങ്ങളെ കയറ്റിയിരുത്തുന്നത്. ഞങ്ങളത് ചെയ്തു എന്ന് പറയാനാണ് നിങ്ങളെ കയറ്റിയിരുത്തുന്നത്. ഒരു നിമിഷം ഞാൻ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ചയായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് അത്രയും ഭരണ സ്വാധീനമുള്ള ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന് സ്ഥലപരിമിതി, ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയും വിസ്തൃതി കുറഞ്ഞ ഒരു ഗ്രാമപഞ്ചായത്താണ് ഇടവെട്ടി. എന്നാൽ ഉടുമ്പന്നൂർ അങ്ങനെയല്ല. അവിടെ പോലും സാധ്യമാകാത്ത ഈ കുഞ്ഞു കിലോമീറ്ററിലുള്ള ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് MBIP കനാലിൽ മാലിന്യം നിറഞ്ഞ പെരുമ്പാമ്പ് ഇഴഞ്ഞു നടക്കുവാണെന്ന് പറയുമ്പം കുട്ടികൾ കളിക്കുന്ന കളിക്കളത്തിന്റെ കാര്യമല്ല ഇവിടെ സംസാരിക്കണേ. ഈ കനാലിൽ കൂടെ ആളുകൾക്ക് നടക്കാൻ മേല. അവിടെ കാട് വെട്ടാൻ പോലും കഴിവില്ലാത്ത ഭരണസമിതിയാണ് ഇടവെട്ടിയിലേതെന്ന് പറയുമ്പം ഉടുമ്പന്നൂർ കളിസ്ഥലം ഇല്ല എന്ന് പറയുന്ന ന്യായം പറഞ്ഞാൽ എന്തൊരു മര്യാദയാണത്? ഒരു ന്യായം ആ കാര്യത്തിലില്ല. അടുത്ത ചോദ്യം പൂവപ്പടിയുടെ കാര്യം പറഞ്ഞത് കനാല് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ചെയ്യാം എന്ന് ഉദാഹരണം പറഞ്ഞതാണ്. പൂവപ്പടിയുടെ കാര്യം പറയല്ലേ. അവിടെ ഒരു നിമിഷം അങ്ങയോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാം. അടുത്തത് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങളുടെ ജനപ്രതിനിധികളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഒരു നിമിഷം കേറി വന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് വാങ്ങിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എടാ മൈക്ക് എല്ലാവർക്കും കിട്ടും, എല്ലാവരും മൈക്ക് വാങ്ങി ചോദിക്കാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കണം. അതെ, ഒരു ചോദ്യം ആരോടാണ് ചോദിക്കാനുള്ളത്? 71 കിലോമീറ്റർ ആരോടാണ്? TM മുജീബ് സാറിനോടാണ്. ചോദിച്ചോളൂ. 71 കിലോമീറ്റർ മുമ്പുള്ള സ്ഥലത്തെ കാര്യം പറയാമെങ്കിൽ ഞങ്ങൾക്ക് ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ കാര്യം ഇവിടെ പറയാം. ബഹുമാനായ അജ്നാസേ, ഞങ്ങൾ ഉടുമ്പന്നൂരിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇവര് പറഞ്ഞത് അജ്നാസ് മനസ്സിലാക്കേണ്ട കാര്യം, അജ്നാസിന്റെ കുട്ടികൾ ഉൾപ്പെടെ പെരുമ്പാമ്പിനെ കണ്ട് പേടിച്ചോടുന്ന നമ്മുടെ കനാല് വഴി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നടപ്പാക്കാൻ നിയമമില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ നടപ്പിലാക്കിയ പഞ്ചായത്തിന്റെ പേര് പറഞ്ഞതാ, അല്ലാതെ കൂവപ്പടിക്ക് പോകാൻ മുജീബ് പറഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം പെട്ടെന്ന് ചോദ്യം സുബേദ മെമ്പറോടാണ് ചോദ്യം. ചോദിച്ചോളൂ. ഈ കേരള സർക്കാർ ആർദ്രം പദ്ധതിയിൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന് അവാർഡ് കൊടുത്തെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇടവെട്ടി പഞ്ചായത്തിന് മിസ്റ്റേക്ക് സംഭവിച്ചു, അല്ലെ സ്റ്റേറ്റ് ഗവൺമെന്റ് മിസ്റ്റേക്ക് സംഭവിച്ചു എന്നുള്ളതാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? ഞങ്ങൾ
ഞങ്ങളുടെ ഗവൺമെന്റിന് വീഴ്ച പറ്റേറ്റാ ഞങ്ങളുടെയല്ല നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ഒരു നിമിഷം, പ്രതിപക്ഷത്തോടാണ് ചോദ്യം. പ്രതിപക്ഷം വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനോടാണ്. അങ്ങേക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വ്യക്തമായിട്ട് ചോദിച്ചു. പ്രതിപക്ഷ നേതാവിനോടാണ് ചോദ്യം. മറുപടി പറയൂ. ഗവൺമെന്റിന് തെറ്റുപറ്റിയിട്ടില്ല. അങ്ങനെയല്ല ഗവൺമെന്റിന്റെ നയം ഒരു നിമിഷം, അങ്ങനെ നിർത്തോ, അങ്ങനെ നിർത്തോ. ആശുപത്രികളും ആർദ്രം പദ്ധതിയിലൂടെ ഉയർത്തണമെന്ന് തന്നെയാണ്. അതിന്റെ ഭാഗമായി സർക്കാർ ഫണ്ട് കൊടുക്കും. നിങ്ങളത് ചെയ്യണം. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഗവൺമെന്റ് 3 ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ ബന്ധത്തിൽ പ്രകാരം നിങ്ങൾക്ക് 3 ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് പരിപാടി കഴിഞ്ഞോളൂ. കഴിഞ്ഞോ? എന്താണ് പറയാനുള്ളത്? ഒരു നിമിഷം എന്താണ് പറയാനുള്ളത്? ഈ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലയിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യ വകുപ്പും സംയുക്തമായിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ പുരോഗതി, അതുപോലെ തന്നെ നമുക്കറിയാം പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടി ആശാമാരുടെ പ്രവർത്തനങ്ങൾ എന്നിവ എല്ലാം അവാർഡിൽ ഒരു കമ്മിറ്റി പരിശോധിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ എല്ലാ സ്കൂളുകൾ, അംഗൻവാടികൾ പോലെ മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ച് അവർ മാർക്കിട്ടിട്ടാണ് ആരോഗ്യ പുരസ്കാരം നമുക്ക് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം ആർക്കെങ്കിലും ചോദിക്കാം. ആരോടാണ് ചോദിക്കാനുള്ളത്? പ്രസിഡന്റിനോട് ചോദിച്ചോളൂ. ഈ മാലിന്യമുക്ത നവകേരളം പദ്ധതി അനുസരിച്ച് എല്ലാ പഞ്ചായത്തിലും MCF വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 4-5 വർഷം മുമ്പാണ് കൊതകുത്തിയിലെ MCF പണിതെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് ഇപ്പം പറഞ്ഞത് MCF തെക്കും ഭാഗത്തങ്ങാണ്ട് പുതുതായിട്ട് പണിയാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ആ കൊതകുത്തിയിൽ പണിതിരിക്കുന്ന MCFൽ മാലിന്യങ്ങൾ തരംതിരിച്ച് വയ്ക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാകേണ്ടതാണ്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചാക്കി കെട്ടി വെച്ചിരിക്കുന്നതാണ് അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം ഇവിടെ 2, തൊഴിലുറപ്പ് പദ്ധതിയിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയുണ്ട്. കനാലിൽ കൂടെ ഒഴുകുന്ന ശുദ്ധജലം ഒഴുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മാലിന്യമുക്തമാക്കി കീപ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. ആ പദ്ധതി അനുസരിച്ച് തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് ആ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കാം. അതാണ് ശ്രീ മുജീബ് ഇവിടെ സൂചിപ്പിച്ചത്. അല്ലാതെ കനാല് ക്ലീൻ ചെയ്യുന്ന കാര്യം മാത്രമല്ല പറഞ്ഞത്. ഇത് ചോദ്യമായിട്ട് ചോദിക്കും. ഒരു നിമിഷം അദ്ദേഹം ചോദിക്കട്ടെ. ചോദ്യമായിട്ട് ചോദിക്കൂ. തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തി ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമായി കീപ്പ് ചെയ്യാൻ നടപടിയുണ്ടോ? ചെയ്യാമോ? മറുപടി. എനിക്ക് പ്രിയപ്പെട്ട സാർ ചോദിച്ച ചോദ്യം മനസ്സിലായി. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures.
Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. എനിക്ക് പ്രിയപ്പെട്ട സാറ് ചോദിച്ച ചോദ്യം മനസ്സിലായി. അതാ MCFന്റെ കാര്യം പറഞ്ഞു. നമുക്കറിയാലോ 450 ചതുരശ്ര മീറ്റർ ഉള്ള ഒരു MCF ആണ് നമുക്ക് അവിടെയുള്ളത്. അത് നമുക്ക് തരംതിരിച്ച് ഒക്കെ വെക്കാൻ പ്രയാസമായിട്ടുകൊണ്ടാണ് ആശാരിക്കുന്നേൽ ഒരു അംഗനവാടി കിടന്നത്. അതും നമ്മൾ MCF ആയിട്ട് നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. അത് മിനി MCF ആയിട്ട് അതല്ല ഒരു നിമിഷം പറയട്ടെ. അതെന്നറിയാമോ, ഈ ആശാരിക്കുന്നേൽ ഒരു അംഗനവാടി കിടന്നു. ഇതിൻ്റെ സ്ഥലപരിധി, അതായത് ഒരു കൂടുതൽ ഇട വേണമെന്ന് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആശാരിക്കുന്നേലുള്ള അംഗനവാടി റെഡിയാക്കി. അതുകൂടാതെ 31 മിനി MCF ആണ് നമ്മുടെ പഞ്ചായത്ത് ഉടനീളം വെച്ചിരിക്കുന്നത്. അതും കൂടാതെ ഗവൺമെൻറ് പറഞ്ഞു പദ്ധതി പാസ്സാക്കി തരണമെങ്കിൽ ഓരോ പഞ്ചായത്തിനും MCF വേണമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയാണ് 50 ലക്ഷം രൂപ മുടക്കി നമ്മളതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് എത്തിച്ചേർന്നു. നമുക്ക് കളക്ടറോട് നിത്യവും സ്ഥലമില്ലാത്തതുകൊണ്ട് കളക്ടറോട് ചോദിച്ച് MBIP ആണ് നമുക്ക് ആ സ്ഥലം വിട്ടു തന്നിരിക്കുന്നത്. പിന്നെ സാറ് ചോദിച്ച ഒരു ചോദ്യം, ഒരിക്കലും ഇല്ല ഈ പറയുന്ന കനാലിൽ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വെള്ളം നല്ലപോലെ ആക്കാനൊന്നും നമുക്കില്ല. കാരണം എൻ്റെ പ്രതിപക്ഷമൊന്നുമില്ല. ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ 13 പേര് ഇന്ന് ചോദിച്ചു നോക്ക്, ഒരു മാറ്റി ഞാൻ നിർത്തിയിട്ടില്ല. ഞാനൊരു ഈ നാടിൻ്റെ ഒരു പ്രസിഡന്റ് ആണെങ്കിൽ ഈ ഷാജി പറഞ്ഞതുപോലെ എനിക്ക് ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല. ഞാൻ ഈ നാടിന് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോലെ ഒരു പ്രസിഡന്റാണ്. ഒരു മിനിറ്റ് കൂടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും സാധിക്കാമെങ്കിൽ ഈ JPC ഇവിടെ വന്ന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞപ്പം എൻ്റെ സഹോദരിമാര് ചോദിക്കാതിരുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ എല്ലാവർക്കും എന്താണ് ഇവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരണം നമ്മൾ മാലിന്യം സംസ്കരിക്കണം. വീടുകളിൽ പോയി ഹരിത കർമ്മസേനയുടെ നിയമനമൊക്കെ നിയമിച്ചതിന് ശേഷം നമ്മൾ കൊതുകുത്തിയിൽ ഒരു MCF സ്ഥാപിച്ചു. നമ്മൾ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെല്ലാം
ഒരു MCF സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥലം അന്വേഷിക്കുകയും എല്ലാ മേഖലകളിലും ആളുകൾക്ക് എതിർപ്പായിരുന്നു. ഒരാൾക്ക് പോലും MCFനോട് താല്പര്യമില്ലായിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 35 സെന്റ് സ്ഥലത്തിൽ എന്തുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് താല്പര്യമില്ലാതെ വരുന്നത്? താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം, കെട്ടിടം എൻ്റെ നാട്ടിലോ എൻ്റെ വീടിൻ്റെ അടുത്തോ വരാൻ ആഗ്രഹിക്കുന്നില്ല ആരും. അതിലിവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളൊന്നും എല്ലാവരും തന്നെ UDF LDF ഒന്നുമില്ല. അതിൻ്റെ അകത്ത് പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ മെമ്പർമാരൊന്നുമില്ല. ഞാൻ സദൈര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ എൻ്റെ വാർഡിലേക്ക് MCF സ്ഥാപിച്ചോ എന്നും പറഞ്ഞ് കൊതുകുത്തിയിൽ ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഞാനാണ്. അവിടെ വന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. അവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ ആശാരിക്കുന്നിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒഴിവായി കിടന്ന അംഗൻവാടി കെട്ടിടം നമ്മൾ പ്രവർത്തനം മിനി MCF ആയിട്ട് 4 ലക്ഷം രൂപ മുടക്കി ഇവിടുത്തെ ആളുകളുടെ നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ തെക്കും ഭാഗത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നമുക്ക് അനുവദിച്ചു എന്ന ഏകദേശം കനാലിന്റെ തീരത്ത് കിടക്കുന്ന 15ഓളം വരുന്ന സ്ഥലത്ത് 50 ലക്ഷം രൂപ മുടക്കി MCF സ്ഥാപിക്കാൻ മനോഹരൻ സാർ ചോദിച്ച ഈ തരം തിരിച്ചു വയ്ക്കുന്ന ഒരു സംവിധാനം നമ്മൾ ആ MCFിൽ കൊണ്ടുപോകാൻ പോകുകയാണ്. തരം തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹരിതസേന അംഗങ്ങളാണ്. അവർ തരം തിരിച്ച് ചാക്കിൽ കെട്ടി അത് നമ്മുടെ MCFിൽ കൊണ്ടുവരികയാണ്. അത് എല്ലാ ആഴ്ചയിലും. അത് നമ്മളൊരു കാര്യം കൂടെ അറിയണം പൊതുജനത്തിന്റെ മുമ്പിലേക്ക്. നമ്മൾ യൂസർ ഫീ ഇനത്തിൽ 50 രൂപ ഗ്രാമപഞ്ചായത്ത് വാങ്ങുമ്പോൾ ഈ പാവപ്പെട്ട ആളുകളുടെ വീടിൽ നിന്നും കിട്ടുന്ന പൈസ ഹരിതകർമ്മസേന അംഗങ്ങൾക്കാണ്. അതിലൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കോ അല്ലെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി 50 പൈസ അതിനകത്ത് ചെലവഴിക്കുന്നില്ല. അതുപോലെ ചോദിക്കാൻ പറ്റില്ല, പറയട്ടെ. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ഇവിടുന്ന് നമ്മളെ വേസ്റ്റുകൾ കയറ്റി പോകുന്നതിന് ഗ്രാമപഞ്ചായത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് നമ്മൾ ഗ്രീൻ കേരളയ്ക്ക് കൊടുക്കുന്നത്. സർക്കാർ ഇങ്ങോട്ട് പൈസ തരാനുണ്ട്, അങ്ങോട്ട് കൊടുക്കാനാ പറയുന്നത്. ഇങ്ങോട്ട് സംസ്ഥാനം ഭരിക്കുന്ന പ്രതിനിധിയായ എൻ്റെ സഹമെമ്പറോടുകൂടിയായ ചോദ്യം, അതായത് നമ്മുടെ പഞ്ചായത്തിന് വർഷങ്ങളായിട്ട് 40% ഫണ്ട് വെട്ടിക്കുറച്ചതിനെ കുറിച്ച് മെമ്പർക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഒരു പഞ്ചായത്തിലും മെമ്പറോടാണ് ചോദ്യം. പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. 40% ഫണ്ട് വെട്ടിക്കുറച്ചതിനെ കുറിച്ച് എന്താണ് മെമ്പർക്ക് പറയാൻ? സംസ്ഥാന ഗവൺമെന്റ് ഇടവെട്ടി പഞ്ചായത്തിന് ഫണ്ട് തന്നെ 40% വെട്ടിക്കുറച്ചെങ്കിൽ അത് ഈ ഭരണസമിതി ആ ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ആ ഫണ്ട് വെട്ടിക്കുറച്ചത്. തീർച്ചയായും ആരോടാണ്? നമ്മുടെ പ്രതിപക്ഷ അംഗത്തോടാണ്. നമ്മുടെ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സുന്ദരമായൊരു നീന്തൽക്കുളം ബഹുമാനപ്പെട്ട അന്നത്തെ നിയമകാര്യ വകുപ്പ് മന്ത്രി നമുക്ക് അനുവദിച്ചു തരികയും അതിഗംഭീരമായി തന്നെ ആ നീന്തൽക്കുളം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. ഒത്തിരിയേറെ അന്താരാഷ്ട്ര മത്സരങ്ങൾ അവിടെ നടക്കുന്നു. ഒത്തിരിയേറെ നമ്മുടെ യുവാക്കൾ അവിടെ നീന്തി തുടിക്കുന്നു. അതിന് സമീപം നമ്മുടെ MCFനുള്ള സംവിധാനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾക്കൊള്ളാൻ അതിന് സമീപം നമുക്ക് വില്ലേജിനും പഞ്ചായത്തിനും ഒത്തിരിയേറെ ഏക്കറോളം സ്ഥലങ്ങൾ അവിടെ നമ്മുടെ ലാൻഡിലുണ്ട്. അവിടെ നമുക്ക് നല്ലൊരു MCF എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തെറ്റിദ്ധാരണ വരുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റ് തുടങ്ങുവാൻ ഇദ്ദേഹം സന്നദ്ധനാണോ? MCF തുടങ്ങുന്നത് എവിടെയാണെന്ന് അടുത്ത LDF ഭരണസമിതി തീരുമാനിച്ചോളും. ഇപ്പൊ ഞാൻ തന്നെ തീരുമാനിക്കേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, ഇടവെട്ടി ചിറയുടെ കാര്യം. പറയട്ടെ, പറഞ്ഞിട്ട് കൂവിക്കോ. പറയണ കേട്ടിട്ട് കൂവ്. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, തരാം. അദ്ദേഹം മറുപടി പറയട്ടെ, തരാം, മൈക്ക് തരാം. ഞാൻ പറയട്ടെ, ഞാൻ മറുപടി പറയാം. ഇടവെട്ടി ചിറയുടെ കാര്യം നിങ്ങൾ ചോദിച്ചത് 100% ശരിയാണ്. ആ ചിറ ഇടവെട്ടി പഞ്ചായത്തിൽ LDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഈ നാടിന് ഉപകരിക്കുന്ന തരത്തിലേക്കുള്ള ചിറയായി മാറും. പിന്നെ നിങ്ങൾ എല്ലാവരും ആക്ഷേപിക്കുന്നത് പോലെയുള്ള സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം അതാണ്. ആ ഇടവെട്ടി ചിറ 10 വർഷക്കാലം വെള്ളം പറ്റി കിടന്നപ്പോ അവിടെ ഇതേപോലെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച്
ആ വാർഡിൽ പോയി മത്സരിച്ച് 350 വോട്ടിന് ജയിച്ച് ചിറയിൽ വെള്ളം നിറച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും എൻ്റെ പാർട്ടി അനുവദിച്ചാൽ പറയട്ടെ എന്റെ പാർട്ടി അനുവദിച്ചാൽ CPIM-ന്റെ പ്രതിനിധി അല്ലാതെ ആ ഇടവെട്ടിച്ചിറയിൽ ഒരാളും ഇനി ജയിക്കുകയല്ല. അതാണ് അതിന്റെ അത് സംഭവം. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയൂ. ചോദ്യം ഞാൻ പറയാം. ഒരു നിമിഷം. ആ ചിറയ്ക്ക് സമീപം ഒരു MCF കൊണ്ടുവരാൻ അങ്ങേക്ക് സാധിക്കുമോ എന്നാണ് ചോദ്യം. അതിനുള്ള മറുപടി പറയൂ. പറയട്ടെ. ആ ഇടവെട്ടിച്ചിറയുടെ കരയിൽ കാരിക്കോട് പ്രവർത്തിച്ചിരുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റും ആ വാർഡിലെ ജനപ്രതിനിധിയും പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തപ്പോൾ തള്ളിക്കളഞ്ഞ് ആലക്കോട് പഞ്ചായത്ത് പോയി പ്രവർത്തിക്കുന്നതിന് കാരണക്കാരായവരാണ്. അത്രയും വലിയ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് മാലിന്യം സ്ഥാപിക്കണമെന്ന് വാദിക്കുന്നത് പൊതുശ്മശാനത്തിന്റെ സമീപത്ത് മാലിന്യം സ്ഥാപിക്കണമെന്ന് പറഞ്ഞവർ തന്നെയാണ്. LDF അധികാരത്തിൽ വന്നാൽ മെമ്പർക്ക് താല്പര്യം ഉണ്ടോ ചോദിച്ചതിന് മാത്രം ഇനി ചോദ്യത്തിലേക്ക് വരാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇടവെട്ടി പഞ്ചായത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇടവെട്ടിച്ചിറയുടെ കരയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ല സ്ഥാപിക്കുന്നത്, അതൊരു പൂന്തോട്ടമാക്കി മാറ്റും. മാലിന്യ സംസ്കരണ പ്ലാന്റ് വേറെ സ്ഥലത്ത് വെക്കും. ഇവര് പറയുന്നത് അവിടെ കൊണ്ടുപോയി വെക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്, MCF അവിടെ കൊണ്ടുവരില്ല, അവിടെ ഒരു പൂന്തോട്ടമാക്കി മാറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അടുത്ത ചോദ്യം. ഒരു നിമിഷം. അങ്ങയുടെ ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞത് അതാണ്. ഒരു നിമിഷം. ആരോടാണ് ചോദ്യം? ഒരു നിമിഷം. ആരോടാണ് ചോദ്യം? ചോദ്യം പഞ്ചായത്തിനോട് തന്നെയാണ്. പഞ്ചായത്തിനോട് ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആരോഗ്യ മേഖലയിൽ ഇത്രയും വികസനമൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു, എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ നമ്മുടെ ഈ ഇടവെട്ടിയിൽ നിന്ന് നമുക്ക് മലങ്കര വരെ ഈ കനാൽ റോഡ് ഒന്ന് പോയാൽ ആ ആരോഗ്യം എല്ലാം തകരുന്ന രീതിയിലാണ് നമ്മുടെ റോഡ് കിടക്കുന്നത്. ആ റോഡ് MBIP-നെ കൊണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിനെ കൊണ്ടോ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രസിഡന്റിനോട് ചോദ്യം. ലത്തീഫിക്കോടെ പ്രസിഡന്റ് ഒന്ന് മറുപടി പറഞ്ഞോളൂ. പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം പറഞ്ഞോളൂ. ഒരു നിമിഷം ചോദിച്ചോളൂ. പറഞ്ഞോളൂ. കനാല് വഴിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചത് ഞാനത് ആദ്യമേ പറഞ്ഞു. MBIP-യുടെ വഴിയ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അത് MLA ആയി MP ആയി ജില്ലാ പഞ്ചായത്തിനും പറ്റിയല്ല. 6 മീറ്റർ വീതി വേണം. നമ്മൾ MLA-യുടെയും MP-യുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ കുറച്ച് ഭാഗമൊക്കെ ശരിയാക്കിയത്. കനാൽ റോഡ് ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ മുമ്പേ ഞാൻ പറഞ്ഞു 2 കോടി രൂപയൊക്കെയാണ് നമ്മുടെ MLA പഞ്ചായത്തിന് തന്നത്. ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു MLA-ക്ക് അല്ലെ ഒരു MP-ക്ക് ഒരു പഞ്ചായത്തല്ല ഉള്ളത്. എങ്കിൽ പോലും ഇത്ര ലക്ഷം രൂപ MP ആയാലും MLA-മാരായാലും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് മുഴുവൻ അവരോട് ഒരു പഞ്ചായത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അതിനാണ് MBIP എന്ന് പറയുന്ന ഒരു സിസ്റ്റവും അതിനൊരു മന്ത്രിയുള്ളത്. അവരോടൊക്കെ ഓക്കെ. അടുത്ത ചോദ്യം. ഒരു നിമിഷം. പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഈ ഇടവെട്ടി പഞ്ചായത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ MBIP ഒരു മന്ത്രിയുണ്ട്, MBIP അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു അലമ്പുണ്ടാക്കിയിട്ട് കാര്യമില്ല. ചോദിച്ചോളൂ. അങ്ങേക്ക് ചോദിക്കാം. അലമ്പുണ്ടാക്കിയിട്ട് കാര്യമില്ല. അങ്ങേക്ക് ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം. ചോദിക്കാണ്ട് അലമ്പുണ്ടാക്കിയാൽ കേൾക്കില്ല. ചോദിക്കൂ. ജനങ്ങൾ കേൾക്കാൻ അങ്ങ് മൈക്കിലാണ് പറയുന്നത്. ചോദിച്ചോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ചോദിച്ചോളൂ. ഇങ്ങനെ ഒരു പഞ്ചായത്ത് നമ്മൾ ഭരണസമിതിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് MBIP അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടോ അത് അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിക്ക് വേണ്ടിയിട്ടോ അവിടെ പോയി പറയാനല്ല. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന പഞ്ചായത്തിൻ്റെ അടുത്താണ്. ആ പഞ്ചായത്ത് അത് നേടിത്തരും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ജനങ്ങൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനോടാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അതിന് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള കഴിവുണ്ടോ എന്നാണ് നമുക്കറിയുന്നത്. അതാണ് ഇത്ര നേരം നേരം ഞാൻ പറഞ്ഞത്.
നമ്മുടെ പഞ്ചായത്തിന് റോഡ് ഫണ്ടായിട്ട് 76 ലക്ഷം രൂപയാണ് ഈ വർഷം വന്നത്. അത് മെയിൻ്റനൻസിനെ പറ്റുള്ളൂ. അത് MBIPക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ച് മെയിൻ്റനൻസ് ചെയ്തു. ആ ഫണ്ട് 13 വാർഡിലായിട്ട് നമ്മൾ ചെയ്തു. അത് MBIPക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ 76 ലക്ഷം രൂപയും നമ്മൾ ഇത് വൃത്തിയാക്കാൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ സഹോദരി, പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യലേ. ഇപ്പോൾ ഒരു പുതിയ വഴി പോലും ചെയ്യാൻ ഈ റോഡ് ഫണ്ട് പറ്റിയല്ല. അതും 13 വാർഡുണ്ടെങ്കിൽ ഈ പ്രസിഡന്റ് 13 വീതിച്ചതല്ലാതെ ഒരു പൈസ കൂടുതൽ എടുത്തിട്ടില്ല. കാരണം നമുക്കറിയാം എടവട്ടി പഞ്ചായത്തിൽ 13 വാർഡിലെയും ജനങ്ങൾ നമ്മുടെ ജനങ്ങളാണ്, അല്ലാതെ ആർക്കും വേണ്ടി മാറ്റി വെച്ചിട്ടില്ല. ആരോടാണ്? ബഹുമാനപ്പെട്ട സുബൈദ മെമ്പറോടാണ്, എന്റെ പ്രിയ സുഹൃത്താണ്. ചോദ്യം ഇപ്പൊ ഇവിടെ ആദ്യം ചോദിച്ചായിരുന്നു, കാർഷിക മേഖലയിൽ എടവട്ടി ഗ്രാമപഞ്ചായത്തിന് 5 വർഷമായി എന്ത് നേട്ടമാണെന്ന്. നേട്ടം നമുക്കെല്ലാവർക്കും, നമുക്ക് സുബൈദ മെമ്പർക്കും എനിക്കടങ്ങുന്ന 13 മെമ്പർമാർക്ക് നേടിയെടുക്കാൻ സാധിച്ചോ? സുബൈദ മെമ്പറെ സാധിച്ചില്ല. അതിനൊരു മറുപടി ഉണ്ട്. ആദ്യത്തെ ചോദ്യം ചോദിച്ചു, അതിന് സാധിച്ചില്ല. ആദ്യത്തെ ചോദ്യം ചോദിച്ചു, സാധ്യമല്ലെന്ന്. രണ്ടാമത്തെ ചോദ്യമാണോ? അങ്ങനെയാണെങ്കിൽ 2022 സാമ്പത്തിക വർഷം നമ്മുടെ ബഹുമാന്യ സുനിൽ കുമാർ മിനിസ്റ്റർ, ഷീജ നൌഷാദ് എന്ന ഞാനും എൻ്റെ സംഘത്തിനും എന്തുകൊണ്ട് കാർഷിക മേഖലയിൽ ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം തന്നു? അതൊരു ചോദ്യം. പ്രതിപക്ഷത്തിന്റെ നേതാവിനോടാണ് ചോദ്യം. മറുപടി പറയൂ. പ്രതിപക്ഷത്തിന്റെ നേതാവ് മറുപടി പറയും. മറുപടി പറയട്ടെ. മൈക്ക് താഴെ വെക്കൂ. പറയൂ. കാർഷിക മേഖലയ്ക്ക് ഇങ്ങനെ രൂപ സുനിൽകുമാർ മന്ത്രി തന്നതായിട്ട് എനിക്ക് അറിവില്ല. പിന്നെ ഒരു നിമിഷം മറുപടി പറയട്ടെ. മറുപടി പറയാൻ അനുവദിക്കൂ. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഇവർക്ക് കാർഷിക ചന്ത ഉണ്ടോ? ഇതിലും വലുത് കാണും. ഒരു നിമിഷം മറുപടി പറയൂ. ഒരു നിമിഷം മറുപടി പറയും. ഒരു നിമിഷം പ്രതിപക്ഷം മറുപടി പറയട്ടെ. പ്രതിപക്ഷത്തിന് മറുപടി പറയാനുണ്ടോ? ഒരു നിമിഷം അവർക്ക് മറുപടി പറയാനുള്ള അവസരം കൊടുക്കൂ. പറഞ്ഞോളൂ. ഒരു നിമിഷം മറുപടി പറഞ്ഞോളൂ. കർഷകര് ഒരു നിമിഷം മറുപടി പറയട്ടെ. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനായിട്ട് എടവട്ടി പഞ്ചായത്തിന് ഒരു കർഷക ചന്ത ഉണ്ടോ? സ്വന്തം വീട്ടിൽ അവരവരുടെ എല്ലാം ഉണ്ട്. ഈ ചോദ്യത്തിന് അങ്ങേക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? കാർഷിക മേഖലയിൽ ഈ എടവട്ടി പഞ്ചായത്തിലെ കൃഷിക്കാര് ഒരാളെങ്കിലും ഞങ്ങൾ ഈ ഭരണസമിതിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്തു തന്ന സേവനത്തിന്റെ കാര്യത്തിൽ സംതൃപ്തരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവരെ അംഗീകരിക്കും. ഇവരെന്നെ ചത്ത 10 കോഴി വർഷാവർഷം കൊടുക്കണതല്ലാതെ 1 രൂപയുടെ ആനുകൂല്യം 7 തെങ്ങിന്റെ ഉണങ്ങിയ തെങ്ങിൻ തൈ 2 എണ്ണം കൊടുക്കും. ഇതല്ലാതെ സർക്കാർ കൊടുക്കുന്ന കാര്യങ്ങൾക്കപ്പുറം കർഷകർക്ക് 1 രൂപയുടെ ആനുകൂല്യം കൊടുക്കാത്ത ഭരണസമിതിയാണിവർ. 1 രൂപയുടെ ആനുകൂല്യം കൃഷിക്കാരായിട്ടുള്ളവർക്ക് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള കൃഷിക്കാർക്ക് ഈ ഭരണസമിതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം. ആരോടാണ് ചോദ്യം? ഒരു നിമിഷം ചോദ്യം ചോദിക്കട്ടെ. ആരോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്? നമ്മുടെ 6ാം വാർഡ് പ്രതിനിധിയും ഒപ്പം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ ബിൻസിയോട്. ബിൻസി ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ഈ 6ാം വാർഡ് പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ഈ ശാസ്താംപാറ മേഖല. അതിലൊരു ഒരു ബസ് സഞ്ചാരമില്ല. ഈ ഓട്ടോറിക്ഷ 2 വീലർ ഉപയോഗിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇന്നും സഞ്ചാരയോഗ്യമായ ഒരു പാത
ഇവർ ഈ മെമ്പർ ആയതിനു ശേഷം ഈ മാർത്തോമായിൽ നിന്ന് ശാസ്താംപാറ മുരളിക്കവല വരെയുള്ള റൂട്ടിൽ ഇന്ന് വരെ ആ വഴി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഞങ്ങൾ ആ പ്രദേശവാസികളോട് പ്രത്യേകിച്ച് അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്നാണെന്നൊന്ന് പറയണം. ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലൊരു ശ്മശാനത്തിൻ്റെ കാര്യം പല വർഷങ്ങളായിട്ട് അത് കേൾക്കുന്നു. അതിൻ്റെ നടപടിയൊക്കെ എന്തായി? ഇത് ഒരു പൊതുജനത്തിന് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കണം. ഓക്കെ, ക്രിമിറ്റോറിയത്തിൻ്റെ കാര്യം. ഈ വഴി മാർത്തോമ മുരളിക്കവല വഴിയുടെ കാര്യം എൻ്റെ സുഹൃത്ത് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അധികാരത്തിൽ കയറിയിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ 38 ലക്ഷം രൂപ മാർത്തോമ മുരളിക്കവലയ്ക്ക് ചെയ്തു. അതുകൂടാതെ പഞ്ചായത്തിൽ നിന്ന് റോഡ് ഫണ്ടായിട്ട് കിട്ടിയിട്ടുള്ള 2 ലക്ഷം 3 ലക്ഷം കിട്ടുമ്പം ഈ സഹോദരന് ഇറങ്ങി വരുന്ന ആ വഴികളിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. മുഴുവൻ പറയട്ടെ, സഞ്ചാരയോഗ്യമായ വഴിയാണോ എന്നാണ് ചോദിക്കുന്നത്. അത് പറയട്ടെ പറയട്ടെ. ഈ മാർത്ത ഒരു നിമിഷം മറുപടി പറയട്ടെ. പറഞ്ഞോളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ആ വഴിക്ക് ജില്ലാ പഞ്ചായത്തിനോട് 38 ലക്ഷം രൂപയും ഒരു 7 ലക്ഷം രൂപയോളം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഫണ്ടും, അതുകൂടാതെ പ്രിയപ്പെട്ടവരെ 10 ലക്ഷം രൂപ വീണ്ടും മാർത്തോമ പാടിക്കയറ്റത്തിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച് അതിൻ്റെ NOC കഴിഞ്ഞ കമ്മിറ്റിയിൽ നമ്മൾ പാസ്സാക്കി കൊടുത്തു. അതും കൂടാതെ പറയട്ടെ യൂസഫേ, അതും കൂടാതെ 6.25 ലക്ഷം രൂപ നമ്മുടെ ഈ വർഷത്തെ റോഡ് ഫണ്ട്, അത് രഞ്ജിത്ത് എന്ന് പറയുന്ന കോൺട്രാക്ടർ എഗ്രിമെന്റ് വെച്ചു. 6.25 ലക്ഷം രൂപയുടെ വർക്ക് ടൈലിട്ട് 3 ദിവസത്തിനകം നമ്മൾ തുടങ്ങും. 3 ദിവസത്തിനകം ആ റോഡിന്റെ വികസന പരിപാടികൾ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഒരു ക്രിമിറ്റോറിയത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ക്രിമിറ്റോറിയം പൊതുശ്മശാനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യരുടെയും സ്വപ്നമാണ്. ഇന്നാൾ എന്നോട് ആകാശവാണിയിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ പൊതുശ്മശാനത്തിൻ്റെ സ്വപ്നം. ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു സാധാരണക്കാരിയായ ഒരു പ്രസിഡന്റാണ് ഞാൻ. ഒരു പ്രസിഡന്റ് ഒരു ദിവസം ചിലപ്പോൾ 3-4 ലെറ്റർ മേടിക്കാനാണ് ഈ പാവപ്പെട്ട ആൾക്കാർ തൊടുപുഴ അടക്കാൻ നമ്മുടെ അടുത്ത് വരുന്നത്. അങ്ങനെ ഒരു പ്രസിഡന്റ് ഒരിക്കലെങ്കിലും ഒരു പൊതുശ്മശാനത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അതിനൊരു തടസ്സം നേരിടുന്നത്? നമ്മുടെ പഞ്ചായത്ത് 12 ലക്ഷം രൂപ നമ്മൾ 12 ലക്ഷം രൂപ ഒരു പ്രാവശ്യം വെച്ചിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഈ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അത്രയും തുക വരുന്നില്ല. നമ്മളൊരു സ്ഥലം പോയി കണ്ടിരുന്നു, ആ ഉടമ അത്രയും കുറച്ച് കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. പിന്നെ നമ്മൾ MBIPക്ക് കത്ത് കൊടുത്ത് അതിൻ്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ അല്ല, ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. ഈ നിൽക്കുന്ന എല്ലാവരും കൂടി ഒരു സ്ഥലം കണ്ടെത്തി തന്നാൽ പഞ്ചായത്ത് തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുക്കുമെന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പൊതുശ്മശാനത്തിന്റെ അല്ലാതെ ഒരു വേദി കിട്ടുമ്പോൾ മശാനം കൊണ്ടുവരാത്ത എന്താന്ന് ചോദിച്ചാൽ ഓടിപ്പോയി എടുത്തോണ്ട് വരാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഒരു നിമിഷം. അടുത്ത ചോദ്യം ആരോടാണ്? എൻ്റെ പ്രിയ സുഹൃത്ത് മുജീബിനോടാണ്. മുജീബ് കുറച്ച് മുമ്പ് ഇവിടെ പറഞ്ഞു ചത്ത കോഴിയും ഉണങ്ങിയ തെങ്ങുമാണ് കൊടുക്കുന്നതെന്ന്. ഞാൻ ഈ ഇരിക്കുന്ന ജനങ്ങളോട് ചോദിക്കുന്നു, കേരള സർക്കാർ അല്ലെങ്കിൽ മാറി വരുന്ന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പും കൃഷി വകുപ്പും ഇതെല്ലാം ചെയ്യുന്നത്. ചത്ത കോഴിയും ഉണങ്ങിയ തെങ്ങുമാണ് പഞ്ചായത്തുകളിൽ അതാത് വാർഡുകളിൽ കൊടുക്കുന്നതെങ്കിൽ പ്രതിപക്ഷ മെമ്പർ സുവൈദ അല്ലെങ്കിൽ 2ാം വാർഡിലെ മെമ്പർ സുവൈദ ഇപ്പുണ്ട്, സുവൈദയുടെ മെമ്പറുടെ വാർഡിൽ ഉണങ്ങിയ തെങ്ങും ചത്ത കോഴിയും കൊടുത്താൽ ആരെങ്കിലും വാങ്ങിക്കുമോ? ഇത്തരം അധിക്ഷേപകരമായ ആക്ഷേപങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നേറാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇവർ പ്രതികരിച്ചില്ല? അതാണ് എന്റെ ചോദ്യം. മറുപടി പറയാം. ഒരു നിമിഷം, അദ്ദേഹം മറുപടി പറയട്ടെ. കാർഷിക മേഖലയിൽ ഇവർ ഈ പറയുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങളല്ലാതെ ഏത് തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് കൊടുത്തത് എന്ന് പറയാൻ ഇവർ തയ്യാറാണ്. ഒരു നിമിഷം. ആ വാർഡില് ഈ ചത്ത കോഴിയും ഈ ഉണങ്ങിയ മരത്തൈകളുമാണോ കൊടുത്തതെന്നാണ് ചോദ്യം. ഒരു നിമിഷം മറുപടി പറയട്ടെ. എന്താണേല് ഞങ്ങളുടെ ഒരാക്ഷേപം ഇവിടെ അംഗീകരിക്കപ്പെട്ടു. മുനിസിപ്പാലിറ്റി താമസിക്കുന്ന സുജാത ചേച്ചി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തൈകളൊക്കെ നന്നായിട്ട് വളരുന്നുവെന്ന് സാക്ഷ്യപത്രം നൽകി. ഞങ്ങളുടെ ആക്ഷേപം ഈ പഞ്ചായത്തിൽ ഇതുപോലെ സ്വജനപക്ഷപാതപരമായിട്ടാണ് തൈകൾ കൊടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ടായിരുന്നു. അത് സാധിച്ചു തന്നതിൽ നന്ദി. രണ്ടാമത്തെ കാര്യം അല്ലെന്നേ, ഇവർക്ക് മറുപടി പറയാം.
ഒരു നിമിഷം അദ്ദേഹം മറുപടി പറയട്ടെ. ഒരു നിമിഷം അദ്ദേഹം മറുപടി അല്ലെന്നേ ഈ അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് പറയാം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സംഗതി കൊടുക്കുമ്പോൾ ഇന്ന് കൊടുത്ത കാര്യം നാളെ കാണാൻ പറ്റണം. ഇവർ ഈ 5 വർഷക്കാലം കൊടുത്ത തെങ്ങിൻ തൈ ഇതേ ഞങ്ങളുടെ കാലത്ത് കൊടുത്തതാണെന്ന് പറയാനുണ്ടോ? ഞങ്ങൾക്കുണ്ട്. കാണുന്നവർ ഇടപെട്ടിച്ചെറയുടെ കരയിൽ വന്ന് കണ്ടാൽ ആ നിൽക്കുന്ന തെങ്ങിൻ തൈയൊക്കെ അവിടുത്തെ മെമ്പറായിരുന്നപ്പോൾ ഞങ്ങൾ LDF-കാര് അവിടുത്തെ ആളുകളെ കൊണ്ട് നട്ടു വളർത്തി. എന്റെ സ്വന്തം പൈസ ഒരാൾക്കും ചുണയില്ല. എന്റെ സ്വന്തം കാശ് ഒരു ന്യായവും ഇല്ല. അങ്ങനെ തന്നെ ചെയ്യുന്നത്. കിട്ടുന്ന പൈസ മുഴുവൻ പുട്ടടിക്കുന്നവർക്ക് ഇതെല്ലാം പറയാം. ഒരു ന്യായവും ഇല്ല. ഒരു ന്യായവും ഇല്ല. കിട്ടുന്ന പൈസ പുട്ടടിക്കുന്നവർക്ക് ഇത് ന്യായമായിട്ടായിരിക്കും. അങ്ങനെയല്ല അത്. ഇനി നിങ്ങൾ മറുപടി പറയട്ടെ. അല്ല, ഇനി നിങ്ങൾ മറുപടി പറഞ്ഞോ. കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആരോടാണ് ചോദ്യം? ചോദ്യം ഈ കേരളം ഭരിക്കുന്ന പ്രതിനിധികളോടാണ്. കാരണം ഈ ജില്ലയിൽ നിന്ന് നമുക്കൊരു ജലവിഭവ വകുപ്പ് മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ കീഴിലാണ് നമ്മുടെ ഈ കനാലും ഇതെല്ലാം ഉള്ളത്. 1 രൂപ ഈ 9 വർഷക്കാലമായിട്ട് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞാൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടോ? തൊടുപുഴയുടെ MLA PJ ജോസഫ് ഈ MBIP കനാലിന്റെ നിയന്ത്രണമുള്ള ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു കേരളത്തിൽ LDF-ന്റെ കാലത്ത്. ആ സമയത്ത് ചെയ്യും. അന്ന് LDF ചെയ്യും. ഒരു നിമിഷം പറയട്ടെ. ഒരു നിമിഷം അദ്ദേഹം പറയട്ടെ. പറയട്ടെ. ഒരു നിമിഷം അദ്ദേഹം പറയട്ടെ. ഒരു നിമിഷം മറുപടി പറയട്ടെ. ഒരു നിമിഷം അദ്ദേഹം ആയിക്കോട്ടെ. ഒരു നിമിഷം അദ്ദേഹം മറുപടി പറയട്ടെ. മറുപടി പറയാനുള്ള അവസരം കൊടുക്കൂ. ഒരു നിമിഷം. അദ്ദേഹത്തിന് തെറ്റുപറ്റി. തെറ്റ് തിരുത്തിക്കോളൂ. അന്ന് ചെയ്തിട്ടില്ല. ഒരു നിമിഷം അദ്ദേഹത്തിന് തെറ്റുപറ്റി. അദ്ദേഹം സമ്മതിച്ചു. നിങ്ങൾ ഇരിക്കൂ. ഒരു മറുപടി പറയട്ടെ. അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹം അംഗീകരിച്ചു. പറഞ്ഞോളൂ. മനുഷ്യരല്ലേ, തെറ്റുപറ്റും. അദ്ദേഹം പറയട്ടെ. പറഞ്ഞോളൂ. MBIP കനാല് റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഇവിടെ കുടിവെള്ള പദ്ധതി സുഭാഷ് മെമ്പർ പറഞ്ഞതുപോലെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഈ പഞ്ചായത്തിലെ റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ചതിന്റെ പേരിൽ അവിടെ പഞ്ചായത്ത് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് കൊടുത്ത നിവേദനത്തിന്റെ ഫലമായി അന്നത്തെ MP ജോയിസ് ജോർജിന്റെ സാന്നിധ്യത്തിൽ അന്ന് കേരളം ഭരിച്ചിരുന്ന LDF ഗവൺമെന്റിന്റെ ജലസേചന വകുപ്പ് മന്ത്രി പറഞ്ഞു, ഇതിന്റെ ബാലൻസ് കിടക്കുന്ന 1,40,00,000 രൂപ ഈ MBIP കനാൽ വൃത്തിയാക്കാൻ വേണ്ടി തരാമെന്ന് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പറഞ്ഞു. ഒരു നിമിഷം പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞു തീർന്നതിന് ശേഷം മറുപടി പറയാം. അന്ന് പറയട്ടെ. പറയാൻ അവസരം കൊടുക്കൂ. ഇടവട്ടി പഞ്ചായത്ത് ഭരണസമിതിയോട് എസ്റ്റിമേറ്റ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഇവരെടുത്തു കൊടുത്തില്ല. MBIP ഉദ്യോഗസ്ഥന്മാർ എസ്റ്റിമേറ്റ് എടുത്തു കൊടുത്തു. അപ്പോൾ 98 ലക്ഷം രൂപ അവർ കൊടുത്ത എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ പണം അനുവദിച്ചു. ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ 3 ജനപ്രതിനിധികൾ ചേർന്ന് ഞങ്ങളുടെ വാർഡുകളിലേക്കും ഫണ്ട് വേണമെന്ന് പറഞ്ഞ് അന്ന് MBIP കനാല് വൃത്തിയാക്കാൻ കിട്ടിയ പണം അടിച്ചു മാറ്റിയ മാന്യന്മാരായ ഭരണസമിതിക്കാരിരിക്കുന്ന സ്ഥലമാണ് ഇടവട്ടി. ആ ഇടവട്ടിയിലെ ഭരണസമിതി ഈ LDF ഭരണ ഗവൺമെന്റിനെ എന്ത് ന്യായം കൊണ്ടാണ് ആക്ഷേപിക്കുന്നത്? കിട്ടിയ പണം ചെലവഴിക്കാൻ പോലും കഴിയാത്ത സ്വന്തം ഇടവട്ടി പഞ്ചായത്തിൽ ഇരുന്ന് UDF-ന്റെ മെമ്പർമാർ നോക്കുന്നത് ഇടവട്ടി കനാലിലോട്ടാണ്. ഇടവട്ടി പഞ്ചായത്തിൽ 800ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി MBIP കനാല് പളുങ്കുമണി പോലെ വൃത്തിയാക്കാനുള്ള പദ്ധതി കയ്യിലിരിക്കുമ്പോഴാണ് ഈ നാണം കെട്ട വർത്തമാനവുമായി ഇവർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഒരു നിമിഷം. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒരു നിമിഷം. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞു വെച്ചിട്ട് ചെയ്യാത്തത് കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നും തടയാൻ പറ്റുമോ? ഒരു നിമിഷം. പറഞ്ഞോളൂ. ഞാൻ മറുപടി പറഞ്ഞ റെഡിയാ. മൈക്ക് തന്നാല് പറഞ്ഞോളൂ. അങ്ങ് മറുപടി പറഞ്ഞോളൂ. ഉണ്ട് പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട ശ്രീ മുജീബ് ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു. MBIP കനാലുമായിട്ട് ബഹുമാനപ്പെട്ട ഈ ജനങ്ങളെല്ലാം അറിയേണ്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട PJ ജോസഫ് MLA UDF-ന്റെ ജലസേചന വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇടവട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നബാർഡുമായി സംയുക്തമായിട്ട് കേരള സംസ്ഥാന ഗവൺമെൻറ് 17 കോടി രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചിരുന്നു. നമ്മുടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഏറ്റവും
നല്ല രീതിയിൽ ഇവിടുത്തെ എല്ലാ ആളുകളും സഹകരിച്ചുകൊണ്ട് തന്നെ ആ പദ്ധതി നമുക്ക് 14.50 ലക്ഷം രൂപയ്ക്ക് എനിക്ക് കറക്റ്റ് 14 പോയിന്റിൽ മുകളിൽ തീർക്കാൻ പറ്റി. 17 കോടി ഇല്ല, ഞാൻ പറയട്ടെ, എനിക്ക് പറയണം. ആ തുക വളരെ നല്ല രീതിയിൽ ഇന്ന് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ പഴയ കാലത്ത് 1995-2000 കാലഘട്ടത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിൽ വന്ന് അരി വറുത്തിരുന്ന ആൾക്കാരുണ്ട്. വെള്ളത്തിന് വേണ്ടി ചോറ് വയ്ക്കാൻ വെള്ളമില്ലാതെ ഇവിടെ ശാസ്താംപാറ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ വറച്ചട്ടിയിൽ അരി വറുത്തിട്ടുണ്ട്. ആ കാലഘട്ടം മാറി. ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് MLA ആർജവമായ ഇടപെടലിലൂടെ അദ്ദേഹത്തിൻ്റെ ആ വികസന കാഴ്ചപ്പാട് കൊണ്ടാണ് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ള ക്ഷാമം ഒന്ന് പരിഹരിക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ പറയാം, ബാക്കി ഈ ഫണ്ടുമായിട്ട് അദ്ദേഹം പറഞ്ഞു 1.5 കോടി രൂപ മിച്ചമുണ്ടായിരുന്നു കനാൽ വൃത്തിയാക്കാനെന്ന്. ഞാൻ ബഹുമാനപ്പെട്ട ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ ഇരിപ്പുണ്ട്. മനോഹർ സാറൊക്കെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ, അജിയുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒക്കെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇരുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ മോശക്കാരനൊന്നും ആക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു 14.something രൂപ മിച്ചം വന്നപ്പോൾ ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ബഹുമാനപ്പെട്ട AXC ആന്റണി സാറ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, വാട്ടർ അതോറിറ്റിയിലുണ്ട്. കട്ടപ്പനയിലാണ് അതിൻ്റെ ഇറിഗേഷൻ്റെ വർക്കിൻ്റെ ചുമതലയുള്ള ഉള്ളത്. എന്നോട് പറഞ്ഞു ഇത്ര രൂപ. ഞാൻ എപ്പോഴും പറഞ്ഞു, സാറ് ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡുകളെല്ലാം വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിച്ച് പൈപ്പിട്ട് മോശമായി കിടക്കുകയാണ്, പഞ്ചായത്തിന് ഫണ്ടില്ല, ആ ഫണ്ട് കുറച്ച് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. ഞാനിപ്പോൾ പറയുന്നു, എന്നോട് പറഞ്ഞു ഉള്ള ഫണ്ടിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കുറച്ച് നിങ്ങൾ എടുത്തു തരിക, ആ ഫണ്ട് ഞങ്ങൾക്ക് നൽകുക എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് നമുക്ക് 46.something രൂപ, ഇവിടെ 1.5 കോടി. ഞാൻ ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു ലെറ്റർ കേരള സംസ്ഥാന ജല അതോറിറ്റിന്ന് ഇദ്ദേഹം ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം നിർത്താം. താല്പര്യമുണ്ടോ? അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു നിമിഷം അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഈ ഇടവെട്ടി പഞ്ചായത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും? ഇനി 3 പ്രാവശ്യം ഇപ്പം UDF വന്നു, ഇനി 4ാമത്തെ പ്രാവശ്യം UDF തന്നെ അവിടെ ഭരിക്കുള്ളൂ. അത് സത്യം. എന്തൊക്കെ ഭരണം കൊണ്ടുവരാൻ സാധിക്കും? ഏതൊക്കെ മേഖലയിൽ? അത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും UDF വന്നാൽ ശ്രമിക്കുന്നത് ഈ മുമ്പേ നമ്മൾ പറഞ്ഞ ആ ഫോറസ്റ്റിൻ്റെ വഴി, അത് നമുക്കറിയാമല്ലോ. MP ഉണ്ട്, MLA ഉണ്ട്, അല്ലാതെ പഞ്ചായത്തിൻ്റെ ഫണ്ടൊന്നും ചെലവഴിക്കാൻ പറ്റിയല്ല. അത് ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ആ വഴിയുടെ കാര്യങ്ങൾ നോക്കും. പിന്നെ നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിക്കും? ആരോഗ്യ മേഖലയിൽ നമ്മൾ തെക്കൻ ഭാഗത്ത് നമ്മുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, PHSയുടെ സബ് സെൻറ്റർ. അത് ആ സബ് സെൻറ്ററിന് നമുക്കിപ്പം 50 ലക്ഷം രൂപ നമുക്കിപ്പോൾ അനുവദിച്ച് വന്നിട്ടുണ്ട്. അത് നമ്മൾ പൊളിച്ച് നീക്കാൻ നമുക്ക് പോയി നോക്കി, അത് ഫിറ്റ്നസ് നല്ല പോയി നോക്കിയിട്ട് വാലുവേഷൻ എടുക്കുമ്പം അത് പൊളിച്ച് മാറ്റണമെങ്കിൽ നമ്മൾ പുതിയൊരു സബ് സെൻറ്റർ കൊണ്ടുവരും. 50 ലക്ഷം രൂപയുടെ അവിടെ പണി. കായിക മേഖലയിൽ നമ്മൾ തെക്കൻ ഭാഗത്ത് അവിടെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. സ്റ്റേഡിയം. പറഞ്ഞോളൂ, ഒരു നിമിഷം പറയട്ടെ. പറഞ്ഞോളൂ. അവര് പറയട്ടെ, അവർക്ക് പറയാൻ അവസരം കൊടുക്കൂ. പറഞ്ഞോളൂ. എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിക്കും കായിക മേഖലയിൽ? ഒന്ന് പറയട്ടെ. കായിക മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിക്കും? ഒരു മിനി സ്റ്റേഡിയം കൊണ്ടുവരാൻ സാധിക്കും. അവിടെ നമ്മള് സ്ഥലം ഏറ്റെടുത്ത് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തും. ടൂറിസം മേഖലയിൽ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കും? ടൂറിസം മേഖലയിൽ ഇപ്പൊ ഇടപെട്ടി ചെറിയുടെ കാര്യം പറഞ്ഞു. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഒരു ചെറിയ ഫണ്ട് കൊണ്ടൊന്നും ഇവിടെ ഒരു ചെറിയ ആയില്ല. അപ്പം ഇവിടെ എന്തെല്ലാം ചെയ്യാൻ വരുമ്പം അവിടെ എതിർക്കും, ഇവിടെ എതിർക്കും. ഇതല്ല ഒരു നാടിൻ്റെ ആവശ്യം. എല്ലാവരും കൂടെ കൂട്ടായിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും ഇല്ലാതെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കായിക മേഖലയിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ലൈഫാണ്. 184 ലൈഫിൻ്റെ വീടുകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇനി വെറും 17 വീടുകളുടെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് വെക്കാനുള്ളൂ. ഇന്നലെ ഖഡ്കോയിൽ നിന്ന് 1 കോടി രൂപ ലോൺ എടുത്തുകൊണ്ട് ഈ 17 പേരെയും നമ്മൾ ഈ ദിവസങ്ങളിൽ എഗ്രിമെൻറ്റ് വെപ്പിച്ചുകൊണ്ട്
നമ്മൾ ലൈഫ് ഭവന പദ്ധതിയിൽ എടവട്ടി ഗ്രാമപഞ്ചായത്ത് 100% വിജയം കൈവരിക്കും. ഓക്കെ, അടുത്ത പ്രതിപക്ഷത്തിലേക്ക് കിടക്കാം. ഇനി നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചു, ഭരണത്തിലെത്തുകയാണെങ്കിൽ എന്തൊക്കെ വികസനം പഞ്ചായത്തിന് കൊണ്ടുവരാൻ സാധിക്കും, ഇടവെട്ടി പഞ്ചായത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? ജനങ്ങളുടെ ഏറ്റവും ആവശ്യമായ പാർപ്പിടം, ലൈറ്റ്, വഴി, അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം വികസിപ്പിക്കും ഞങ്ങൾ. എല്ലാം ഇപ്പോൾ തന്നെ കാണാൻ പറ്റില്ല. പോസ്റ്റൽ ഒരു ലൈറ്റ് ഉണ്ടോ? ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ഇത്രയും നാളും ഇവർ UDF ഭരിച്ച പഞ്ചായത്തിൽ ഏതെങ്കിലും വാർഡിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും. ഗ്രാമീണ റോഡുകളെല്ലാം ഞങ്ങൾ നവീകരിക്കും. ഓക്കെ, ഗവൺമെൻറ് ഒരു സ്വപ്നമായ കളിക്കളം ഞങ്ങൾ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് കായിക മേഖലയിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കും. ടൂറിസ്റ്റ് മേഖല ഞങ്ങൾ വികസനം കൊണ്ടുവരും. ഓക്കെ, ആരോഗ്യ മേഖലയിൽ PHC ഞങ്ങൾ CHC ആക്കി മാറ്റും. ഓക്കെ, അടുത്തത് അങ്ങയിലേക്ക് വരാം. എന്തൊക്കെ അടുത്ത ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിക്കും? ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടവെട്ടിയിലെ പൊതുജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഇന്ന് സാധാരണ ഹൈന്ദവ സമൂഹം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പൊതുശ്മശാനം. അത് 1.5 വർഷത്തിനുള്ളിൽ അത് UDF അധികാരത്തിൽ വന്നാൽ പൂർത്തീകരിച്ചിരിക്കും, യാതൊരു സംശയവും. അടുത്തത് ഇവിടെ കായിക ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഒരു ഗ്രാമപഞ്ചായത്തിന് ഒരു കളിസ്ഥലം എല്ലായിടത്തും നിന്നും. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഫോറസ്റ്റ് ഏരിയ ആണുള്ളത്, വനഭൂമിയാണുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നമ്മൾ 30 ലക്ഷത്തോളം രൂപ മുടക്കി റോഡ് വാങ്ങിച്ചോടെ എന്ന് പറഞ്ഞ പോലെ പഞ്ചായത്തിൻ്റെ തനത് വരുമാനം എടുത്ത് ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി കളിസ്ഥലം നിർമ്മിച്ചു കൊടുക്കും, യാതൊരു സംശയവും വേണ്ട. വ്യവസായ മേഖലയിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് സ്ഥല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മലങ്കര എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തും വരുന്ന UDF സർക്കാരും തമ്മിൽ സംയുക്തമായിട്ട് വ്യവസായ പാർക്ക് തുടങ്ങുന്നതിന് വേണ്ടി സംയുക്തമായിട്ട് നടത്തും ഞങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിൽ 2 ഗവൺമെന്റ് സ്കൂളുകളാണുള്ളത്. 2 ഗവൺമെൻറ് സ്കൂൾ ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ PJ ജോസഫ് MLA നമുക്ക് LP സ്കൂളിലേക്ക് 10 ലക്ഷം വളരെ മനോഹരമാക്കിയിട്ടിരിക്കുക. ഈ ജില്ലയിൽ ആദ്യമായിട്ട് സ്മാർട്ട് സ്കൂൾ ആയത് ഇടവെട്ടി ഗ്രാമപഞ്ചായത്താണ്. പിന്നെ ഗവൺമെൻറ് LP സ്കൂള്, UP സ്കൂൾ തൊണ്ടിക്കുഴ, അവിടെയുള്ള സ്ഥല സൗകര്യം വെച്ച് നമ്മൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഭരണസമിതി അവിടെ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് പുതിയ ബിൽഡിംഗ് തീർക്കുന്നതിനും വേണ്ട നടപടിക്രമങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യും. അവിടെയും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് എല്ലാം ഉള്ളത്. പഠിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കും നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ഓക്കെ, അങ്ങയിലേക്ക് കടക്കാം. അടുത്തത് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ വികസനം ഈ പഞ്ചായത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ സാധിക്കും? നമ്മുടെ ഇടവെട്ടി പഞ്ചായത്തിൽ ഏതൊക്കെ മേഖലയിൽ? ഇടവെട്ടി പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് 37 കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി വട്ടമറ്റത്ത് ലക്ഷം വീട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ തൊട്ട് കഴിഞ്ഞ ദിവസം ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ അവിടെയുള്ള ഈ 37 ലക്ഷം വീട് നിവാസികൾക്കും പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലുള്ള സ്ഥലം എഴുതി കൊടുത്തിരുന്നു. ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള ആധാരം പഞ്ചായത്തിലുണ്ടോ എന്ന് പരിശോധിക്കും. ഇല്ലെങ്കിൽ അത് അടിച്ചു മാറ്റിയവർക്കെതിരെ നടപടി സ്വീകരിക്കും. ഉണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ആ പാവപ്പെട്ട ആളുകൾക്ക് പട്ടയം ലഭ്യമാക്കും. ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിക്കും? ആരോഗ്യ മേഖലയിൽ ഒരു നിമിഷം അദ്ദേഹം പറയട്ടെ, ഇല്ലെങ്കിൽ താമസിക്കും. ഒരു നിമിഷം അദ്ദേഹം പറയട്ടെ. അല്ലെങ്കിൽ ഇടവെട്ടി പഞ്ചായത്തിൽ ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം 9 കിലോമീറ്റർ ദൂരത്തിൽ മാലിന്യമായി നിറഞ്ഞു കിടക്കുന്ന പെരുമ്പാമ്പിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന MBIP കനാല് LDF അധികാരത്തിൽ വന്നാൽ 30ാമത്തെ ദിവസത്തിൽ ഞങ്ങൾ നന്നാക്കാൻ ആരംഭിക്കും. 2 കായിക മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഇവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് പൊന്നാടയിട്ട് ആ നാട്ടിലെ ആളുകളെ എല്ലാം പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ചുറ്റുവേലിയിട്ട് മറച്ചിരിക്കുന്ന ആ കമ്പി വള്ളിച്ചു പൊട്ടിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കാട്ടുപന്നിയെ ഓടിക്കുന്നത് പോലെ ജനങ്ങളെ സംഘടിപ്പിച്ച് ഓടിച്ച് ആ വനഭൂമി എന്ന് തെറ്റിദ്ധരിച്ച് ഇവർ പറഞ്ഞിരിക്കുന്ന ആ സർക്കാർ ഭൂമിയിൽ ഞങ്ങൾ ഈ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി മിനി സ്റ്റേഡിയം നിർമ്മിക്കും. കാർഷിക മേഖലയിൽ 2 ഹെക്ടർ ഭൂമി വരെയുള്ള കൃഷിക്കാർക്ക് പ്രതിവർഷം 36,000 രൂപയുടെ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കൊടുക്കാൻ നിയമമുള്ള രാജ്യത്ത്
36 പൈസ കൊടുക്കാത്ത UDFന്റെ ഭരണസമിതിക്ക് വിരുദ്ധമായി ഓരോ വർഷവും ഈ കൃഷിക്കാർക്ക് 36,000 രൂപയുടെ ധനസഹായം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഓരോ വാർഡിലൂടെയും ഇവർ 36 MCF സ്ഥാപിച്ച് കാട്ടുപാമ്പുകളും പട്ടികളും കുറുനരികളും വേണ്ടി ചുറ്റോട് ചുറ്റും കൂടിയിരിക്കുന്ന MCF വൃത്തിയാക്കി ഈ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഉപദ്രവമില്ലാത്ത സ്ഥലത്ത് മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ ബ്രഹ്മപുരത്ത് കേരളത്തിലെ LDF സർക്കാർ ചെയ്തതുപോലെ മനോഹരമായ രീതിയിൽ മാലിന്യ സംസ്കരണത്തിന് പദ്ധതി നടപ്പിലാക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ ഇടവെട്ടി പഞ്ചായത്തിലെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം നമ്മളൊന്ന് ചർച്ച ചെയ്തു. ഇനി അടുത്തത് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ നാടിനായി സമർപ്പിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. നാടിനാവശ്യമായ വികസനത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണവുമായി അടുത്ത പഞ്ചായത്തിൽ കാണാം. നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.